സിജിയുടെ സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ് ഫ്രം ഹോം പ്രോഗ്രാമിലാണ് നാം ഉള്ളത്. സിജിയെ അറിയുന്നവരായിരിക്കും എന്നെ കേൾക്കുന്ന അധിക പേരും. കഴിഞ്ഞ 29 വർഷങ്ങളായി വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു NGO, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ലൈക്ക് ദാറ്റ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ലാഭം പ്രതീക്ഷിക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. കേരളത്തിനകത്ത് എല്ലാ ജില്ലകളിലും സിജിക്ക് പ്രവർത്തനങ്ങളുണ്ട്. കേരളത്തിന് പുറത്ത് തമിഴ്നാട്, കർണാടക, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സിജിയുടെ സേവനങ്ങൾ ലഭ്യമാണ്. ദെൻ GCC ഗൾഫ് കൺട്രികളിലും സിജിക്ക് യൂണിറ്റുകളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. സിജിയുടെ പ്രവർത്തനങ്ങൾ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകളായിട്ടാണ് നടത്തുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റാണ് കരിയർ ഡിപ്പാർട്ട്മെന്റ്. കരിയർ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു പരിപാടിയാണ് സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ്ക് ഫ്രം ഹോം. കഴിഞ്ഞ ഞായറാഴ്ച പാരാമെഡിക്കൽ മേഖലയിലെ കോഴ്സുകൾ, സ്ഥാപനങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അടുത്ത ഞായറാഴ്ച നമ്മൾ സംസാരിക്കാൻ പോകുന്നത് +2 ശേഷം ഡിഗ്രി FIUGP 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനെ കുറിച്ചാണ്. എല്ലാ ഞായറാഴ്ചകളിലും 9 മണി മുതൽ വ്യത്യസ്ത തൊഴിൽ പഠന മേഖലകളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ്ക് ഫ്രം ഹോം. ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത ഒരുപാട് കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, തൊഴിൽ സാധ്യതകൾ, മത്സര പരീക്ഷകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതല്ല. ഓരോ വിദ്യാർത്ഥിയുടെ താല്പര്യത്തിനനുസരിച്ച്, അവരുടെ കഴിവിനനുസരിച്ച് കോഴ്സുകൾ, സ്ഥാപനങ്ങൾ നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയൊരു പ്രസന്റേഷൻ എന്നതിനപ്പുറം ക്വസ്റ്റ്യൻ ആൻസർ സെഷന് പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു പരിപാടിയാണ് സൺഡേ കരിയർ ഓൺലൈൻ ആൻഡ് ആസ്ക് ഫ്രം ഹോം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് +1 ഏകജാല പ്രവേശനവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, 10ാം ക്ലാസ് റിസൾട്ട് വന്നു. 10ന് ശേഷം ഒരുപാട് വഴികളുണ്ട്. 10ന് ശേഷം പലതുണ്ട് വഴികൾ എന്ന പേരിൽ നമ്മൾ ഒരു പ്രോഗ്രാം ഓൾറെഡി സംഘടിപ്പിക്കുകയും ചെയ്തു. ഇന്ന് 10ന് ശേഷമുള്ള കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, തൊഴിൽ സാധ്യതകൾ കൂടുതൽ സംസാരിക്കുന്നില്ല. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ ഈ പ്രസന്റേഷനിൽ 3-4 സെഷൻസ് വരുന്നുണ്ട്. ഒന്നാമത്തെ സെഷൻ കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 10ാം ക്ലാസ്സിന് ശേഷം +1 അഡ്മിഷന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കരിയർ പ്ലാനിങ്. അതുകൊണ്ട് ഏകജാലക പ്രവേശന സംവിധാനം എന്ത് എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ സംസാരിക്കുന്നത് എന്താണ് കരിയർ, എന്താണ് കരിയർ പ്ലാനിങ്, കരിയർ പ്ലാനിങ്ങിന്റെ പ്രാധാന്യം എന്ത്, കരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന പൊതുവായ കാര്യമാണ്. അങ്ങനെ നമ്മൾ കരിയർ പ്ലാൻ ചെയ്താൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ കൊടുക്കണം. അതുകൊണ്ട് രണ്ടാമതായിട്ട് +1 ഏകജാലക സംവിധാനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സ്, അലോട്ട്മെന്റ് പ്രോസസ്സ്, സ്ട്രീം സെലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും. മൂന്നാമത്തത് ആഫ്റ്റർ 10th then വാട്ട് നെക്സ്റ്റ്. അത് വളരെ വിശദീകരിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് തരും. നമുക്കറിയാം ഒരുപാട് ഓപ്ഷനുകളുണ്ട്. സാധാരണ ഹയർ സെക്കൻഡറി അഥവാ +2നും VHSC അഥവാ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്കാണ് നമ്മൾ പോവുക. 10ാം ക്ലാസ് യോഗ്യത വെച്ചിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ വേറെ ഉണ്ട്. അതൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. +2വിനെ കുറിച്ച്, അതുപോലെ തന്നെ VHSCയെ കുറിച്ച്, അതിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം കോഴ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ചുരുക്കി പറയും. ഞാൻ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കോഴ്സുകളെ കുറിച്ച്, സ്ഥാപനങ്ങളെ കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം, പറയാം. ദെൻ അവസാന സെഷൻ ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്, Q&A സെഷനാണ്. ഇവിടെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ പറയാത്തത്, +1 പ്രവേശനവുമായി ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ 10ന് ശേഷമുള്ള കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, തൊഴിൽ സാധ്യതകൾ, മത്സര പരീക്ഷകൾ, പ്രവേശന പരീക്ഷകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. എന്റെ പ്രസന്റേഷനോടൊപ്പം തന്നെ സിജിയുടെ സീനിയറായ ഒരുപാട് റിസോഴ്സ് പേഴ്സൺസ് ഈ ഒരു വേദിയിലുണ്ട്. അവരും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് സെഷനിലേക്ക് വരാം. ഒന്നാമതായി സൂചിപ്പിക്കുന്നത് പറഞ്ഞതുപോലെ കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കറിയാം, വിദ്യാഭ്യാസത്തിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നല്ലൊരു തൊഴിൽ നേടുക എന്നുള്ളത് തന്നെയാണ്. വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് അറിവുകൾ നേടാൻ കഴിയും, നമ്മുടെ വ്യക്തിത്വ വികാസത്തിന് സഹായിക്കും, നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ പുറത്തു കൊണ്ടുവരാനൊക്കെ സഹായിക്കും. അതൊക്കെ തിയററ്റിക്കലി, ഫിലോസഫിക്കലി നമുക്ക് പറയാൻ കഴിയുമെങ്കിലും ലളിതമായിട്ട് പറഞ്ഞാൽ, നേരിട്ട് പറഞ്ഞാൽ, സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നല്ലൊരു ജോലി നേടുക എന്നുള്ളത്. തീർച്ചയായിട്ടും നല്ലൊരു ജോലി നേടണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പഠിക്കേണ്ടതുണ്ട്.
ഫെയിലിംഗ് ടു പ്ലാൻ മീൻസ് പ്ലാനിങ് ടു ഫെയിൽ എന്ന് പറയാറുണ്ട്. നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യാൻ പരാജയപ്പെടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നമ്മളൊരു കാര്യം പരാജയപ്പെടാൻ പ്ലാൻ ചെയ്യുന്നു എന്നാണ്. നമുക്കറിയാം, നമ്മൾ ആരും തന്നെ ബോധപൂർവം പരാജയപ്പെടാൻ പ്ലാൻ ചെയ്യാറില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ വിജയിക്കാൻ പ്ലാൻ ചെയ്യാൻ വിട്ടുപോവാറുണ്ട്. അതുകൊണ്ട് സിജി തുടങ്ങിയ സംവിധാനങ്ങൾ നടത്തുന്ന ഇത്തരം പരിപാടികൾ തീർച്ചയായിട്ടും കരിയർ പ്ലാനിങ്ങിന് നമ്മെ സഹായിക്കും. നമുക്കറിയാം, നമ്മുടെ ജീവിത കാലഘട്ടത്തെ തിരിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് 3 സ്റ്റേജസ് ഉണ്ട്. ഒന്നാമത്തെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ രക്ഷിതാക്കളെ ഡിപ്പെൻഡ് ചെയ്യാണ് കഴിയുക, നമ്മുടെ കുട്ടിക്കാലമാണ്. അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ജീവിക്കുക, കാരണം നമ്മുടെ പ്രായം ചെന്ന അവസ്ഥയാണ്. ഇൻ ബിറ്റ്വീൻ ദീസ് ടു വി ആർ ഓൺ എ കരിയർ. ഇതിന് രണ്ടിന്റെയും ഇടയ്ക്ക് നമ്മൾ ഏതെങ്കിലും ഒരു കരിയറിലായിരിക്കും, ജോലിയിലായിരിക്കും. ഈ ജോലിയിൽ നിന്നും നമുക്കൊരു സംതൃപ്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നല്ല ഒരു ജോലി, സംതൃപ്തിയുള്ള ഒരു ജോലി നമ്മൾ പ്രവേശിക്കണമെങ്കിൽ, ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നല്ലൊരു പ്ലാനിങ് നടത്തിയിരിക്കണം. ദെൻ നമുക്കറിയാം, ജോലി തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ താല്പര്യമാണ്. കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, താല്പര്യം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ജോലി, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് എന്നുള്ള അർത്ഥമുള്ള ഇഷ്ടമാണ്, അല്ലാതെ ഒരു വിഷയത്തോടുള്ള ഇഷ്ടം എന്നല്ല. വിഷയത്തോടുള്ള ഇഷ്ടത്തിന് പ്രാധാന്യമുണ്ട്, പ്രാധാന്യമില്ല എന്നല്ല. ഫോർ എക്സാമ്പിൾ, പലപ്പോഴും കുട്ടികൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നത് എനിക്ക് മാത്സ് ഇഷ്ടമില്ല അതുകൊണ്ട് മാത്സ് ഇല്ലാത്തത്, അല്ലെങ്കിൽ എനിക്ക് ബയോളജി ഇഷ്ടമാണ് അതുകൊണ്ട് ബയോളജി ഉള്ളത്, എനിക്ക് സോഷ്യൽ സയൻസ് വിഷയങ്ങളോട് കൂടുതൽ വായിച്ചു പഠിച്ച് പോവാനുള്ള താല്പര്യമില്ല അതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് വേണ്ട എന്നൊക്കെയാണ്. ഈ രീതിയിലല്ല നമ്മുടെ കോഴ്സ് സെലക്ഷൻ ഉണ്ടാവേണ്ടത്. 10 വരെ പഠിച്ചു, LKG UKG അല്ലെങ്കിൽ നഴ്സറി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ 12 വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആലോചിക്കണം, പഠിച്ചിട്ടെന്ത്, എവിടേക്ക് പഠിക്കുന്നു, എന്തിനു പഠിക്കുന്നു, പഠിച്ചിട്ട് ആരാവണം, പഠിച്ചിട്ട് ആരാൻ കഴിയുമെന്നൊക്കെ. ആ അർത്ഥത്തിൽ ജോലി, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ് എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ഇഷ്ടം കണ്ടെത്തുകയാണെന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തത് കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യവും ആപ്റ്റിറ്റ്യൂഡാണ്, അഭിരുചിയാണ്. ഓക്കെ, താല്പര്യമുണ്ട്, കഴിവില്ലെങ്കിൽ പ്രശ്നമാണ്. താല്പര്യമുള്ള മേഖലയിൽ, ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അക്കൗണ്ടന്റ് ആവണം എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പണി കഴിയുന്നില്ല. അവിടേക്കുള്ള കഴിവുണ്ടോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. ഓക്കെ, പലപ്പോഴും കുട്ടികൾ ആദ്യം ഗോളങ്ങ് സെറ്റ് ചെയ്യും, കഴിവുകളെ കുറിച്ച് തിരിച്ചറിയാത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ താല്പര്യം ആദ്യം കണ്ടെത്തുക, രണ്ടാമത് കഴിവ് കണ്ടെത്തുക. ഈ താല്പര്യമുണ്ട്, കഴിവില്ലെങ്കിൽ പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് കഴിവുണ്ട്, താല്പര്യമില്ലെങ്കിലും പ്രശ്നമാണ്. അതുകൊണ്ട് താല്പര്യവും കഴിവും എവിടെയാണോ മാച്ച് ചെയ്യുന്നത് അവിടെ വെച്ച് നമ്മൾ നമ്മുടെ കരിയർ പ്ലാൻ ചെയ്യണം, അഥവാ ഗോൾ സെറ്റ് ചെയ്യണം. ക്ലിയർ? ഈ കഴിവ് തിരിച്ചറിയാതെ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പല കുട്ടികളും 10ാം ക്ലാസ് കഴിഞ്ഞ് ലക്ഷ്യങ്ങൾ തീരുമാനിക്കും, കഴിവുകളെ കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ദെൻ +1 പഠനം തുടങ്ങി 1-2 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോഴാണ് തന്റെ കഴിവുകളെ കുറിച്ചും കഴിവുകേടുകളെ കുറിച്ചും ഒക്കെ തിരിച്ചറിയുന്നത്. അപ്പോൾ സമയം വൈകിപ്പോയിട്ടുണ്ടാവും, അഥവാ നമ്മൾ റെയിൽ ചെയ്തു പോയിട്ടുണ്ടാവും, പാത മാറി സഞ്ചരിച്ചു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് താല്പര്യം തിരിച്ചറിയുക, കഴിവ് തിരിച്ചറിയുക, താല്പര്യവും കഴിവും മാച്ച് ചെയ്യുന്ന സ്ഥലത്ത് കരിയർ പ്ലാൻ ചെയ്യുക, അഥവാ ഗോൾ സെറ്റ് ചെയ്യുക. ദെൻ മറ്റൊന്നാണ് എഫേർട്ട്. പറയേണ്ടതില്ലല്ലോ, താല്പര്യവും കഴിവും ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമല്ല, നമ്മൾ അധ്വാനിക്കണം, വർക്ക് ചെയ്യണം. ഓക്കെ, പലപ്പോഴും കുട്ടികൾ ചോദിക്കുക, രക്ഷിതാക്കൾ ചോദിക്കുക, സ്കോപ്പുള്ള കോഴ്സ് ഏതാണ്, അതിന് സ്കോപ്പ് ഉണ്ടോ, ഇതിന് സ്കോപ്പ് ഉണ്ടോ എന്നാണ്. ഞാൻ പറയാം, സ്കോപ്പുള്ള കോഴ്സ്, സ്കോപ്പില്ലാത്ത കോഴ്സ് എന്നൊന്നില്ല എന്നാണ്. സ്കോപ്പുള്ളതും സ്കോപ്പില്ലാത്തതും കോഴ്സുകൾക്കോ സ്ഥാപനങ്ങൾക്കോ അല്ല. എന്നെ കേൾക്കുന്ന ഓരോ കുട്ടിക്കുമാണ് സ്കോപ്പുള്ളതും സ്കോപ്പില്ലാത്തതും. എന്നെ കേൾക്കുന്ന ഒരു കുട്ടി ഏതെങ്കിലും ഒരു മേഖലയിൽ ഷൈൻ ചെയ്താൽ, ഓക്കെ, തിളങ്ങിയാൽ, ശോഭിച്ചാൽ സ്കോപ്പ് ഉണ്ട്. എന്നെ കേൾക്കുന്ന ഒരു കുട്ടി ഏതെങ്കിലും ഒരു മേഖലയിൽ ശോഭിച്ചിട്ടില്ലെങ്കിൽ, ഷൈൻ ചെയ്തിട്ടില്ലെങ്കിൽ, തിളങ്ങിയിട്ടില്ലെങ്കിൽ സാധ്യതയില്ല. എപ്പോഴാണ് നമ്മൾ തിളങ്ങുക, എപ്പോഴാണ് നമ്മൾ എക്സൽ ചെയ്യുക? നമ്മൾ എഫേർട്ട് എടുക്കുന്ന സമയത്താണ്. ഓക്കെ, എപ്പോഴാണ് നമ്മൾ എഫേർട്ട് എടുക്കുക? നമ്മുടെ താല്പര്യത്തിനും നമ്മുടെ കഴിവിനും അനുസരിച്ച് മേഖലയിൽ എത്തിയാലാണ്. അതുകൊണ്ട് താല്പര്യം, കഴിവ്, അധ്വാനം, ഈ 3 സംഗതികൾ ഒത്തിണങ്ങി വന്നാൽ എല്ലാറ്റിനും സാധ്യതകളുണ്ട്. താല്പര്യം, കഴിവ്, അധ്വാനം, ഈ 3 സംഗതികൾ ഒത്തിണങ്ങി വന്നിട്ടില്ലെങ്കിൽ സാധ്യതയുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരിയർ പ്ലാൻ ചെയ്യണം എന്ന് പറയുന്നത്. ഇനി താല്പര്യം ഒരാൾക്ക് അറിയില്ല, പലപ്പോഴും അങ്ങനെ വരാറുണ്ട്. ആ സമയത്ത് നമുക്ക് താല്പര്യങ്ങൾ തിരിച്ചറിയാനുള്ള ഒരുപാട് ടൂൾസ് ഒക്കെ നമുക്ക് ലഭ്യമാണ്, നോക്കാം. ഇനി അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് കഴിവ് തിരിച്ചറിഞ്ഞ് താല്പര്യം ഉണ്ടോ എന്ന് നോക്കിയിട്ടും ആവാം. ഞാൻ ആദ്യം പറഞ്ഞതാണ്,
ശരിക്കും വേണ്ടത്. താല്പര്യം എന്താണ്, ദെൻ കഴിവുണ്ടോ അല്ലേ എന്ന്. ഇനി താല്പര്യം വ്യക്തമായിട്ടില്ലെങ്കിൽ നമുക്ക് കഴിവെന്താണെന്ന് തിരിച്ചറിഞ്ഞ് കഴിവുള്ള മേഖലയിൽ ഏതെല്ലാം സാധ്യതകളുണ്ട് എന്ന് നോക്കി ആ സാധ്യതകൾക്ക് എനിക്ക് താല്പര്യമുണ്ടോ എന്ന് അറിഞ്ഞൊക്കെ ആവാം. അപ്പം തീർച്ചയായിട്ടും ഒരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് ഈ കഴിവ് തിരിച്ചറിയുക എന്നുള്ളത്. ഓക്കെ, കഴിവ് തിരിച്ചറിയാൻ ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിന് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഡാറ്റ്, DAT, ഡിഫറൻഷ്യൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ്. ഓൾ ഓവർ ദി വേൾഡ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൈക്കോമെട്രിക് ടൂളാണ് ഡാറ്റ്. അത് CG സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തതുണ്ട്. അതിന്റെ പേരാണ് CG, ഡിഫറൻഷ്യൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു മേഖലയിൽ താല്പര്യമുണ്ട്, അവിടേക്ക് പോകാൻ കഴിവുണ്ടോ അല്ലേ എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് CG, ഡിഫറൻഷ്യൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് നോക്കാവുന്നതാണ്. ഓക്കെ, ദെൻ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, താല്പര്യവും കഴിവും ഞാൻ പറഞ്ഞു. താല്പര്യവും കഴിവും മാത്രം പറയുമ്പോൾ കുറച്ചധികം പ്രാധാന്യം നിങ്ങൾക്ക് താല്പര്യത്തിന് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു മേഖലയിൽ നല്ല താല്പര്യമുണ്ട്, ജോലി എന്നുള്ള അർത്ഥത്തിൽ. ആ മേഖലയിലേക്ക് കഴിവ് കുറച്ചൊക്കെയാണ് കുറവുള്ളെങ്കിൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ആ കഴിവ് കുറവിന് ഓവർകം ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഉണ്ടാവും. എന്ന് വിചാരിച്ച് താല്പര്യം നോക്കി പോകണം, കഴിവ് നോക്കണ്ട എന്നൊന്നുമല്ല. കഴിവ് നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു മേഖലയിൽ നല്ല താല്പര്യമുണ്ട്, ആ മേഖലയിലേക്ക് കഴിവ് നല്ല കുറവുണ്ടെങ്കിൽ നമ്മൾ താല്പര്യം നോക്കി പോകാൻ പാടില്ല. കഴിവ് കുറവ് തിരിച്ചറിഞ്ഞ് കാര്യങ്ങളൊക്കെ റീപ്ലാൻ ചെയ്യണം. ഓക്കെ, ഇതിന് പുറമെ ജോലിയുടെ സ്വഭാവം എന്താണ്, ജോലിയുടെ ചുറ്റുപാട് എന്താണ്, ഭാവിയിലെ സാധ്യത, സാലറി, സ്റ്റാറ്റസ്, ആണാണോ പെണ്ണാണോ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ വാല്യൂസ്, എത്തിക്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേറെയും നോക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവസാന ഭാഗം ചോദിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രസന്റേഷനിൽ 4 സെഷനുകളാണുള്ളത്. ചെറിയ സെഷനുകളാണ്. ക്വസ്റ്റ്യൻസ് സെഷനാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. സൺഡേ കരിയർ ഓൺലൈൻ ആശ്രമം പ്രോഗ്രാമിന്റെ പ്രത്യേകതയും അത് തന്നെയാണ്. ദെൻ രണ്ടാമത്തെ ഭാഗം ഈ ആഫ്റ്റർ +2 10th ദെൻ വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് കോഴ്സുകളുണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്. ഫോർ എക്സാമ്പിൾ, പോളിടെക്നിക് 10ാം ക്ലാസ് ആണ് യോഗ്യത. ഓക്കെ, സാധാരണ നമ്മൾ പറയുന്ന ബിടെക് എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ളതുപോലെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ, ഓട്ടോമൊബൈൽ എന്നൊക്കെ പറഞ്ഞ് പഠിക്കാൻ പറ്റും. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. കാരണം യോഗ്യത 10ാം ക്ലാസ് ആണെങ്കിലും +2 കഴിഞ്ഞിട്ടായിരിക്കും ഏറെക്കുറെ എല്ലാ കുട്ടികളും ആ കോഴ്സ് തിരഞ്ഞെടുക്കുക. കാരണം സ്കൂൾ വിദ്യാഭ്യാസം 10ൽ കഴിയുന്നില്ല, അറിയല്ലോ. സ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്നത് 12ലാണ്. നേരത്തെ സ്കൂൾ വിദ്യാഭ്യാസം 10ാം ക്ലാസ്സിൽ കഴിയുമായിരുന്നു. ഇപ്പോഴുള്ള +2വിന് പകരമായ PDC, പ്രീ ഡിഗ്രി കോഴ്സ് കോളേജുകളിലായിരുന്നു. അന്നത്തെ ഒക്കെ യോഗ്യതയാണ് 10ാം ക്ലാസ് ഈ പോളിടെക്നിക്കിന്. ഇപ്പോഴും ആ യോഗ്യത തന്നെയാണ്. അതുകൊണ്ട് അത്തരം മേഖലകളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. അതുപോലെ ഫോർ എക്സാമ്പിൾ ITI 10ാം ക്ലാസ് കഴിഞ്ഞ് പോവാം. അതും നിങ്ങൾ പോവുകയാണെങ്കിൽ മിക്കവാറും +2 കഴിഞ്ഞിട്ടായിരിക്കും പോവുക. 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുന്ന 2 മേഖലകൾ ആണ് പ്രധാനമായിട്ടുള്ളത് ഹയർ സെക്കൻഡറി അഥവാ +2 എന്നുള്ള അർത്ഥത്തിൽ. ഒന്ന്, +2 എന്ന് നമ്മൾ നേരിട്ട് സിമ്പിളായിട്ട് പറയുന്ന HSC, ഹയർ സെക്കൻഡറി കോഴ്സ്. മറ്റൊന്ന് VHSC ആണ്, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ്. ഓക്കെ, HSC ഹയർ സെക്കൻഡറി കോഴ്സ് കഴിഞ്ഞ് ഏതെല്ലാം മേഖലയിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ ആ മേഖലയിലേക്കൊക്കെ VHSC, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് പോകാൻ പറ്റും. മാത്രവുമല്ല, പേര് സൂചിപ്പിക്കുന്നത് പോലെ വൊക്കേഷണൽ, ഒരു തൊഴിൽ പരിചയപ്പെടാൻ അല്ലെങ്കിൽ പഠിക്കാൻ ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് കഴിയുകയും ചെയ്യും. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് ഹയർ സെക്കൻഡറി അഥവാ +2വിൽ കിട്ടുന്നില്ലെങ്കിൽ VHSCയിലും ശ്രമിക്കാം. ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കിട്ടുന്ന അത്ര പ്രയാസം ഉണ്ടാവില്ല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അഡ്മിഷൻ കിട്ടാൻ. ഓക്കെ, ദെൻ നമുക്കറിയാം, ഹയർ സെക്കൻഡറി പൊതുവായിട്ട് പറയുന്ന സമയത്ത് VHSC ആണെങ്കിലും +2 ആണെങ്കിലും പൊതുവെ 3 സ്ട്രീമുകളാണുള്ളത്. ഒന്ന് സയൻസ്, മറ്റൊന്ന് കൊമേഴ്സ്, മറ്റൊന്ന് ഹ്യൂമാനിറ്റീസ്. ഓക്കെ, ദെൻ ഹയർ സെക്കൻഡറിയിൽ അഥവാ +2വിൽ സയൻസിൽ തന്നെ 9 ടൈപ്പ് കോമ്പിനേഷൻ ഉണ്ട് സയൻസ്. ഓക്കെ, ദെൻ 4 ടൈപ്പ് കൊമേഴ്സ് ഉണ്ട്, 32 ടൈപ്പ് ഹ്യൂമാനിറ്റീസും ഉണ്ട്. അപ്പൊ ഒരു കുട്ടി എനിക്ക് കൊമേഴ്സ് വേണ്ട, ഹ്യൂമാനിറ്റീസും വേണ്ട, സയൻസും മതിയും തീരുമാനിച്ചാൽ പണി കഴിയുന്നില്ല. സയൻസിൽ ഏത് വേണം, അതുപോലെ ഒരാൾ സയൻസ് വേണ്ട കൊമേഴ്സ് എടുക്കാൻ തീരുമാനിച്ചു, കൊമേഴ്സിൽ ഏത് വേണം എന്നൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. ദെൻ സയൻസും വേണ്ട കോമേഴ്സും വേണ്ട, ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് എടുക്കുന്ന ഒരു കുട്ടി തീരുമാനിച്ചാൽ ഏത് ഹ്യൂമാനിറ്റീസ് വേണം എന്നൊക്കെ തീരുമാനം എടുക്കേണ്ടതുണ്ട്. എല്ലാ കോമ്പിനേഷനും അഥവാ 45 കോമ്പിനേഷനും പറയുക എന്നുള്ളത് പ്രായോഗികമല്ല.
ഞാൻ എന്താണ് ഓരോ കോമ്പിനേഷനിൽ വ്യത്യസ്തത എന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ഫസ്റ്റ് വൺ സയൻസ്. സയൻസിൽ 9 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തെ പേപ്പർ എല്ലാവർക്കും ഇംഗ്ലീഷ് ആണ്. അത് സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും. രണ്ടാമത്തെ പേപ്പർ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അറബിയോ മലയാളോ ഹിന്ദിയോ ഉറുദോ സംസ്കൃതോ കന്നഡയോ ഒക്കെ എടുക്കാൻ പറ്റും. ഏതാണോ സ്കൂളിലുള്ളത് അതിനനുസരിച്ച്. ഓക്കെ. ദെൻ 4 സബ്ജക്ട് ഉണ്ട്. മൊത്തം 6 പേപ്പർ, 2 ലാംഗ്വേജ് 4 സബ്ജക്ട്. ഓക്കെ. ഈ സയൻസിലെ പൊതുവെ എല്ലാ സ്കൂളിലും ഉണ്ടാവുന്ന ഒരു കോമ്പിനേഷൻ PCMB എന്നാണ് പൊതുവെ പറയാം. PCMB എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. ഈ കോമ്പിനേഷന്റെ പ്രത്യേകത മാത്സ് ഉള്ളത് കൊണ്ട് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് നമുക്ക് പോകാൻ പറ്റും 12ാം ക്ലാസ് കഴിഞ്ഞിട്ട്. അതുപോലെ ബയോളജി ഉള്ളത് കൊണ്ട് നമുക്ക് മെഡിക്കൽ മേഖലയിലേക്ക് പോകാൻ പറ്റും +2 കഴിഞ്ഞതിന് ശേഷം. ഇനി ഒരാൾക്ക് ബയോളജി ഇഷ്ടമില്ല, സയൻസിനോട് താല്പര്യമുണ്ട് മൊത്തത്തിൽ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ഒക്കെ ആവാൻ ആഗ്രഹിക്കുന്നു +2 ശേഷം, ബയോളജി ഇല്ലാത്ത സയൻസ് ഉണ്ട്. ഇനി ഒരാൾക്ക് മാത്സ് ഇഷ്ടമില്ല, ദെൻ ബയോളജിയോട് ഇഷ്ടമുണ്ട് എങ്കിൽ അയാൾക്ക് മാത്സ് ഇല്ലാത്ത സയൻസും ഉണ്ട്. മാത്സ് ഇല്ലാത്ത സയൻസ് എടുക്കുന്ന സമയത്ത് സയൻസ് മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ വിഷയമാണ്. എനിവേ കോമ്പിനേഷൻ അങ്ങനെ ഉണ്ട്. ഇനി ഒരാൾ കമ്പ്യൂട്ടർ സയൻസ് വളരെ ഇഷ്ടമാണ്, കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സയൻസ് ഉണ്ട്. ഈ രീതിയിൽ 9 കോമ്പിനേഷനുകൾ ഉണ്ട് സയൻസിൽ. ഓക്കെ. ദെൻ +2 കൊമേഴ്സ് 4 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പേപ്പർ നമ്മൾ പറഞ്ഞു ഇംഗ്ലീഷ്, രണ്ടാമത്തെ പേപ്പർ നമ്മൾ പറഞ്ഞു സെക്കൻഡ് ലാംഗ്വേജ്, 3, 4, 5, 6 4 സബ്ജക്ട് ഉണ്ടാവും. അതിൽ ഒരു സബ്ജക്ട് അക്കൗണ്ടൻസി ആണ്, എല്ലാ ടൈപ്പ് കൊമേഴ്സിലും ഉണ്ടാവും. മറ്റൊന്ന് എക്കണോമിക്സ് ആണ്, എല്ലാ ടൈപ്പ് കൊമേഴ്സിലും ഉണ്ടാവും. മറ്റൊന്ന് ബിസിനസ് സ്റ്റഡീസ് ആണ്, എല്ലാ ടൈപ്പ് കൊമേഴ്സിലും ഉണ്ടാവും. ഓക്കെ. പിന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആവാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആവാം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ആവാം, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആവാം. ഓക്കെ. അപ്പം കൊമേഴ്സ് മാത്തമാറ്റിക്സ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ +2 കഴിഞ്ഞിട്ട് ഒരാൾ CAക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ. CAയിൽ എൻട്രൻസിലെ ഒരു പേപ്പർ അഥവാ ഫൗണ്ടേഷനിലെ 1ാം ഘട്ടത്തിൽ ഒരു പേപ്പർ മാത്തമാറ്റിക്സ് ആണ്. അതുകൊണ്ട് കൊമേഴ്സ് മാത്തമാറ്റിക്സ് പഠിച്ചാൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഡിഗ്രിക്ക് ശേഷം നമ്മൾ MBAക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ് ഫോർ എക്സാമ്പിൾ. അവിടെ ഒരുപാട് എൻട്രൻസ് എക്സാംസ് ഉണ്ട്, കാറ്റ്, മാറ്റ്, CMAT എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. അതിലൊക്കെ പകുതിയോളം ക്വസ്റ്റ്യൻസ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി അഥവാ മാത്തമാറ്റിക്കൽ സ്കില്ല് ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ. ഇനി ഒരാൾ +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതിയിട്ട് ഗവൺമെന്റ് ജോലിക്കൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അവിടെയും മാത്തമാറ്റിക്സ് ഉണ്ട്. ഓക്കെ. നമുക്കറിയാം പ്യൂണിന്റെ പരീക്ഷയാണെങ്കിലും IASന്റെ പരീക്ഷയാണെങ്കിലും മാത്സ് ഉണ്ടാവും. ആ അർത്ഥത്തിൽ കൊമേഴ്സ് മാത്തമാറ്റിക്സിന് പ്രാധാന്യം കൊടുക്കാം. കൊമേഴ്സ് മാത്തമാറ്റിക്സ് ഉള്ള സ്കൂളുകൾ പൊതുവെ കുറവായിരിക്കും. കൊമേഴ്സ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ സ്കൂളുകളാണ് കൂടുതൽ ഉണ്ടാവുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൊമേഴ്സിലെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് സയൻസിലെ മാത്തമാറ്റിക്സ് തന്നെയാണ്. അതുകൊണ്ട് സയൻസ് സ്റ്റുഡൻസ് ഒക്കെ മാത്സ് പഠിക്കുന്നത് പോലെ പഠിക്കണം ഈ കൊമേഴ്സ് സ്റ്റുഡൻസും മാത്സും. ഓക്കെ. ദെൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആവാം, ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് കോമ്പിനേഷൻ ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് കോമ്പിനേഷൻ ഉണ്ട്. ദെൻ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് മേഖല, ഹ്യൂമാനിറ്റീസിൽ പൊതുവെ 32 കോമ്പിനേഷൻ ഉണ്ട്. വളരെ വ്യത്യസ്തമായ സബ്ജക്ട് കോമ്പിനേഷൻ ഒക്കെ ഉള്ളത് ഹ്യൂമാനിറ്റീസിലാണ്. ഓക്കെ. ഹ്യൂമാനിറ്റീസ് എടുത്ത് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, സോഷ്യൽ വർക്ക് അത്തരം വിഷയങ്ങൾ പഠിക്കാം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അത്തരം ഭാഷകൾ പഠിക്കാം. അതുപോലെ തന്നെ ഗാന്ധിയൻ സ്റ്റഡീസ്, മ്യൂസിക് തുടങ്ങിയ മേഖല പഠിക്കാം. ജേർണലിസം ഉണ്ട്, സൈക്കോളജി ഉണ്ട്. വളരെ വ്യത്യസ്തമായ കോഴ്സ് കോമ്പിനേഷൻസ് ഒക്കെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് മേഖലയിലാണ്. പൊതുവെ സ്കൂളുകളിൽ ഉണ്ടാവുന്ന ഒരു കോമ്പിനേഷൻ, ഒന്ന് പൊളിറ്റിക്കൽ സയൻസ്, മറ്റൊന്ന് സോഷ്യോളജി, മറ്റൊന്ന് ഹിസ്റ്ററി, മറ്റൊന്ന് എക്കണോമിക്സ്. ഈ 4 പേപ്പറാണ്. ഓക്കെ. നിങ്ങൾ +2 ശേഷം എങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ചാണ് നിങ്ങൾ +2 കോമ്പിനേഷൻ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഒരാൾ എഞ്ചിനീയർ ആവാൻ അതിയായി ആഗ്രഹിക്കുകയാണ്, സയൻസ് എടുക്കണം, സംശയമൊന്നുമില്ല. ഓക്കെ. ഇനി ഒരാൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് തന്നെ ടാർഗറ്റ് ചെയ്യുന്നു, അയാൾക്ക് 2 വർഷം വെറുതെ ബയോളജി എടുത്തിട്ട് ബോട്ടണി, സുവോളജി ആയിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബയോളജി ഇല്ലാത്ത അഥവാ കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സയൻസ് എടുക്കാം. അതേസമയം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ +2 തലത്തിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ക്ലിയർ അല്ലേ? ഈ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചില കുട്ടികളൊക്കെ പറയും സയൻസ് എടുത്താൽ എല്ലായിടത്തേക്കും പോവാം, ഞാൻ CA ആണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ സയൻസ് എടുത്തിട്ടാണ് പോകുന്നത് എന്നൊക്കെ. ഇപ്പോ ഒരാൾ CAക്ക് പോവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ കൊമേഴ്സ് മാത്തമാറ്റിക്സ് എടുക്കാണ് നല്ലത്. സയൻസ് എടുത്താലും പോവാമല്ലോ എന്ന് വിചാരിച്ച് 2 വർഷം ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണിയും സുവോളജിയും റെക്കോർഡ്, പ്രാക്ടിക്കൽ, കോച്ചിങ്, ട്യൂഷൻ ആ രീതിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. കൊമേഴ്സ് മാത്തമാറ്റിക്സ് എടുത്താൽ
CA എൻട്രൻസിലെ 1ാം ഘട്ടത്തിലെ 4 പേപ്പറിലെ 3 പേപ്പർ പഠിച്ചു കഴിയും. ഈ രീതിയിൽ ഒരു ബാക്ക്വേർഡ് പ്ലാനിങ്ങും നമുക്ക് ഉണ്ടായിരിക്കണം. ഇനി ഒരാള് ലാംഗ്വേജ് മേഖലയിലേക്കാണ് +2 ശേഷം പഠനം ആഗ്രഹിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഒരു ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷൻ ഉണ്ട്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ 2 പേപ്പർ അതാണ്. പിന്നെ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷും ഉണ്ടാവും. അപ്പൊ +2 6 പേപ്പറിലെ 3 പേപ്പറും ഇംഗ്ലീഷുള്ള കോമ്പിനേഷനൊക്കെ ഹ്യൂമാനിറ്റീസിലുണ്ട്. വേണമെങ്കിൽ ഒരു കുട്ടിക്ക് ആ രീതിയിൽ ഓപ്റ്റ് ചെയ്യാം. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷെ അങ്ങനെ ഒക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ നമുക്ക് വലിയ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഇതിനെയാണ് കരിയറിലെ ബാക്ക്വേർഡ് പ്ലാനിങ് എന്ന് പറയാം. എന്ന് വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടി ആദ്യം തീരുമാനിക്കേണ്ടത് 10ന് ശേഷം എന്ത് എന്നല്ല, 12ന് ശേഷം എന്ത് എന്നാണ്. ഐ റിപ്പീറ്റ്, 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടി ആദ്യം തീരുമാനിക്കേണ്ടത് 10ന് ശേഷം എന്ത് എന്നല്ല, 12ന് ശേഷം എന്ത് എന്ന്. 12ന് ശേഷമാണ് ഒരു കുട്ടിക്ക് ഡോക്ടർ ആവാൻ പഠിക്കാൻ കഴിയുക. 10ന് ശേഷം കഴിയില്ല. 12ന് ശേഷം ഒരു കുട്ടി ഡോക്ടർ ആവാൻ പഠിക്കണമെങ്കിൽ നമുക്കറിയാം +2 സയൻസ് വേണം. അതുകൊണ്ട് ബാക്കോട്ട് വരുന്നു, 10ന് ശേഷം സയൻസ് എടുക്കുന്നു. ഈ രീതിയിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇതാണ് ഹയർ സെക്കൻഡറി കോഴ്സ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം സയൻസ് എടുത്ത ഒരു കുട്ടി സയൻസ് മേഖലയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ടും 4 ഓപ്ഷനുകളാണുള്ളത്. ഒന്ന് മെഡിക്കൽ, മറ്റൊന്ന് എഞ്ചിനീയറിംഗ്, മറ്റൊന്ന് പാരാമെഡിക്കൽ, മറ്റൊന്ന് ബേസിക് സയൻസ് അല്ലെങ്കിൽ പ്യുവർ സയൻസ് പഠിക്കുക. പ്യുവർ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയ വിഷയങ്ങൾ പഠിച്ചിട്ട് പോവുക. ഒന്നുകിൽ ടീച്ചിങ്ങിലേക്ക് വരാം, അല്ലെങ്കിൽ റിസർച്ച് ആ മേഖലയിലേക്ക് വരാൻ പറ്റും. ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, സയൻസ് എടുത്ത് സയൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് സയൻസിൽ തന്നെ ഓരോ മേഖലക്കും വ്യത്യസ്ത രീതിയിലാണ് അഡ്മിഷനും അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ഒക്കെ നടക്കേണ്ടത്. അതുകൊണ്ട് സയൻസ് എടുത്താൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സയൻസ് എടുത്താൽ എല്ലായിടത്തേക്കും പോവാം. വേണമെങ്കിൽ കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ മാറാം. എനിക്ക് ഫുൾ വിഷയങ്ങൾക്കും A+ ഉണ്ട്, അതുകൊണ്ട് ഞാൻ സയൻസ് എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചാവരുത് സയൻസ് എടുക്കൽ. അതുപോലെ തന്നെയാണ് കൊമേഴ്സ് എടുക്കലും ഹ്യൂമാനിറ്റീസ് എടുക്കലും. സയൻസ് എടുക്കുകയാണെങ്കിൽ സയൻസിന് ശേഷം എന്ത്, കൊമേഴ്സ് എടുക്കുകയാണെങ്കിൽ കൊമേഴ്സിന് ശേഷം എന്ത്, ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസിന് ശേഷം എന്ത് എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം. ഓക്കെ, ഇപ്പൊ ഒരാള് സയൻസ് എടുക്കാൻ വിചാരിച്ചു, മെഡിക്കൽ ടാർഗറ്റ് ചെയ്തു. മെഡിക്കൽ ടാർഗറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ പ്ലാൻ B, പ്ലാൻ C ഒക്കെ ഉണ്ടാവണം. പ്ലാൻ A MBBS ഫോർ എക്സാമ്പിൾ. ദെൻ എന്താണ് പ്ലാൻ B, എന്താണ് പ്ലാൻ C എന്നൊക്കെ തീരുമാനിക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ നമുക്ക് MBBS അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഏകദേശം 30,000 രൂപ ഫീസ് കൊടുത്താൽ മതി ഒരു വർഷം. അതേസമയം നമുക്ക് ഗവൺമെന്റ് സീറ്റ് പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ MBBSന് ഏകദേശം 8-9 ലക്ഷം ഒരു വർഷം കൊടുക്കണം. അങ്ങനെ 4.5 വർഷം കൊടുക്കണം. അതുകൊണ്ട് ഒരാള് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തന്നെ MBBS കിട്ടണമെന്ന് മാത്രം വിചാരിച്ച് സയൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാവരുത്. ആ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾക്ക് നല്ലൊരു പ്ലാനിങ് ഉണ്ടാവണം എന്ന്. ഓക്കെ, ഇനി ഒരാൾ എഞ്ചിനീയറിംഗ് ആണ് ടാർഗറ്റ് ചെയ്യുന്നത്, അഡ്മിഷൻ കിട്ടാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ പഠിച്ചെടുക്കാൻ നല്ല മാത്തമാറ്റിക്കൽ സ്കില്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കണം. ഇപ്പൊ എഞ്ചിനീയറിംഗിന് പോകേണ്ട എഞ്ചിനീയേഴ്സ് ഒക്കെ വെറുതെ നിൽക്കുക എന്ന് പറയുന്നത് മക്കൾ കേട്ടിട്ടുണ്ടാവും. എഞ്ചിനീയറിംഗ് അല്ല പ്രശ്നം, പോയ ആൾക്കാണ് പ്രശ്നം. മാത്തമാറ്റിക്കൽ സ്കിൽ ഇല്ലാത്ത ഒരാൾ എഞ്ചിനീയറിംഗിൽ പോയാൽ അയാൾക്ക് തിളങ്ങാൻ കഴിയില്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, തിളങ്ങുന്ന സമയത്താണ് സാധ്യത ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ അഡ്മിഷൻ കിട്ടാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. കാരണം ഒരുപാട് സീറ്റുകളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, കുറഞ്ഞ ഫീസാണ് പ്രൈവറ്റ് മേഖലയിൽ പോലും ഉള്ളത്. ഇനി പാരാമെഡിക്കലിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ പറഞ്ഞ രണ്ടുമല്ല പറയേണ്ടത്. ഓക്കെ, അവിടെ എൻട്രൻസ് എക്സാംസ് ഒന്നും പൊതുവെ കേരളത്തിൽ ഇല്ല. +2 മാർക്ക് അടിസ്ഥാനത്തിലാണ് നോക്കുക. +2 മാർക്ക്, അതുപോലെ സയൻസ് മാർക്ക്. ഇപ്പൊ നല്ല ഓണം ഇരുന്ന് വായിച്ചു പഠിക്കുന്ന ഒരു കുട്ടി മാർക്ക് വാങ്ങിയാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ എൻട്രൻസ് ഒന്നും എഴുതാതെ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ വാങ്ങാൻ പറ്റും. അറിയല്ലോ, നഴ്സിംഗ്, ഒപ്റ്റോമെട്രി, MLT, BPT എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട്. ഓക്കെ, ഇനി ഒരാള് 8A+ ആയി പോയി. ചില ആൾക്കാർ പറയും 8A+ ഉള്ളൂ സയൻസ് എടുക്കണ്ടെന്ന് പറയും, അല്ലെങ്കിൽ 7A+ ഉള്ളൂ എങ്കിലും സയൻസ് എടുക്കണ്ടെന്ന് പറയും. അതും ശരിയല്ല. നേരത്തെ ഞാൻ പറഞ്ഞു ഫുൾ A+ കിട്ടിയെന്ന ഒറ്റ കാരണം കൊണ്ട് സയൻസ് എടുക്കരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് 1, 2, 3 A+ കുറഞ്ഞെന്ന ഒറ്റ കാരണം കൊണ്ട് സയൻസ് എടുക്കാതിരിക്കേണ്ട ആവശ്യവുമില്ല. പക്ഷെ എൻട്രൻസ് ബേസ്ഡ് ഒക്കെ മുന്നോട്ട് പോകാൻ എത്രത്തോളം കഴിയും എന്നതിനെ കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. അതേസമയം എൻട്രൻസ് ബേസ്ഡ് അല്ലെങ്കിൽ ഇരുന്ന് വായിച്ചു പഠിച്ച് മാക്സിമം മാർക്ക് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ പാരാമെഡിക്കൽ മേഖലയിലേക്ക് വരാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെയാണ് 4ാമത്തെ ഓപ്ഷൻ ബേസിക് സയൻസ്. ഓക്കെ, ടീച്ചിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ബേസിക് സയൻസ് എടുത്തിട്ട് വരാം. ടീച്ചിങ് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ബേസിക് സയൻസ് എടുത്തിട്ട് റിസർച്ച്, ഒരു ലോങ് ടേം പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് കാലം വായിച്ചു പഠിച്ച് ഗവേഷണം നടത്തിപ്പോയി സയന്റിസ്റ്റ് ആവുന്ന വഴിയിലേക്കും വരാം. ഇതാണ് സയൻസിനെ ചുരുക്കി പറയുകയാണെങ്കിൽ. ഓരോന്നിനെ കുറിച്ചും വിശദീകരിച്ച് പറയാനുണ്ട്.
അത് എന്റെ പ്രസന്റേഷൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് അവസാന സമയം Q&A സെഷനിൽ ചോദിക്കാവുന്ന. ക്ലിയർ? ഇനി കൊമേഴ്സ് എടുത്തിട്ട് വരികയാണെങ്കിൽ പ്രധാനമായിട്ട് 2 സാധ്യതകളാണുള്ളത്. ഒന്ന് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് എന്ന് പറയും. അക്കൗണ്ടന്റ് ആവുക, ഓഡിറ്റർ ആവുക, ടാക്സ് പ്രാക്ടീഷണർ ആവുക. ഇവിടേക്ക് 2 വഴിയുണ്ട് 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക്. ഒന്ന് ചാർട്ടേഡ് കോഴ്സുകൾ എന്ന് പറയും. പൊതുവെ കോളേജുകളൊന്നും ഉണ്ടാവില്ല, കോച്ചിങ് സെന്ററുകളിലൊക്കെ പോയിട്ട് പഠിക്കുന്ന രീതിയാണ്. ഓക്കെ, അവിടെ പൊതുവെ CA, CS, CMA, ACCA, CIMA, CPA, CMA US എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പൊതുവെ ഇതിനെക്കുറിച്ച് കേൾക്കുന്ന ഒരു കാര്യം അതിൻ്റെ ഒരു നെഗറ്റീവ് സെൻസിലൂടെയുള്ള കേൾവിയാണ്. എക്സാം ടഫാണ്, പാസ് പെർസെൻറ്റേജ് കുറവാണ്. ശരിയാണ്, 100% ശരിയാണ്. എക്സാം ടഫാണ്, പാസ് പെർസെൻറ്റേജ് കുറവാണ്. പക്ഷെ ഇത് ആർക്കും കിട്ടാത്തതൊന്നും അല്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പൊതുവെ കുട്ടികളുടെ ഒരു രീതി എന്താന്ന് വെച്ചാൽ നല്ല മാർക്കുണ്ട്, ഗ്രേഡ് ഉണ്ട് 10th-ലെങ്കിൽ സയൻസ് എടുക്കുന്നു. സയൻസ് എടുത്താൽ പിന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നു. മാർക്ക് കുറഞ്ഞ ഒരാൾക്കാർ കൊമേഴ്സ് എടുക്കുന്നു. സയൻസ് പ്രയാസമാണ്, കൊമേഴ്സ് എളുപ്പമാണെന്ന് വിചാരിച്ച്. കഴിവ് കുറഞ്ഞ, മാർക്ക് കുറഞ്ഞ ഒരാൾ കൊമേഴ്സ് എടുത്ത് CAക്ക് പോയാൽ, CS-ന് പോയാൽ, CMAക്ക് പോയാൽ അത് കിട്ടില്ല, പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് കഴിവുണ്ടെങ്കിൽ താല്പര്യവും ഉണ്ടെങ്കിൽ, ക്ലിയർ, താല്പര്യവുമുണ്ട്, താല്പര്യമുള്ള മേഖലയിൽ നല്ല കഴിവുമുണ്ടെങ്കിൽ ചാർട്ടേഡ് കോഴ്സുകൾ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. വളരെ കുറഞ്ഞ കാലദൈർഘ്യം കൊണ്ട് വലിയ മേഖലയിൽ നമുക്ക് എത്താൻ കൊമേഴ്സ് മേഖലയിലെ ചാർട്ടേഡ് കോഴ്സുകൾ കൊണ്ട് കഴിയും. ക്ലിയർ? ദെൻ മറ്റൊന്ന് BCom. ഈ ഒരു ലെവലിലേക്ക് പോകാൻ കഴിയുന്നില്ലെങ്കിൽ BCom, സാധാ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ പോയിട്ട് നമുക്ക് BCom ചെയ്യാം. ബാച്ചലർ ഓഫ് കൊമേഴ്സ് അക്കൗണ്ടന്റ് ആവാൻ പറ്റും. മറ്റൊരു മേഖല മാനേജ്മെന്റ്, ബിസിനസ്, ഓണ്ടർപ്രണർഷിപ്പ് എന്നൊക്കെ പറയും. വലിയ വലിയ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റ് പോസ്റ്റിലേക്ക് വരിക, ബിസിനസ് തുടങ്ങുക, സ്റ്റാർട്ടപ്പ് കേട്ടിട്ടുണ്ടാവും കുട്ടികൾ അല്ലെ, ഓണ്ടർപ്രണർ ആവുക, സംരംഭകരാവുക. ഇവിടേക്ക് വരാൻ 2 വഴിയുണ്ട് 12ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. ഒന്നാമത്തെ വഴിക്ക് പറയാം IPM എന്ന ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്. തുടർച്ചയായിട്ട് പഠിച്ചാൽ 5 വർഷം നിങ്ങൾക്ക് ഡിഗ്രിയും കിട്ടും, ദെൻ MBAയും കിട്ടും. കേട്ടിട്ടുണ്ടാവും കുട്ടികൾ MBA, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. സ്ഥാപനം കുറവാണ്, വലിയ ഫീസാണ്, വലിയ എൻട്രൻസ് ഒക്കെ എഴുതണം. കഴിയുമെങ്കിൽ ശ്രമിക്കാം. ഇനി അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ +2 ശേഷം നിങ്ങൾ ഡിഗ്രിക്ക് പോകുന്നു, ഡിഗ്രിക്ക് ശേഷം നിങ്ങൾ MBA ചെയ്യുന്നു. ഇതാണ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് മേഖലയിലേക്കുള്ള വഴികൾ. ഓക്കെ, ദെൻ അവസാനമായിട്ട് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് മേഖലയാണ്. ഒരുപാട് സാധ്യതകളുണ്ട്. ടോപ്പ് പെർഫോമൻസ് നിർബന്ധമാണ് പല മേഖലകളിലും. ഒരു ശരാശരിയിലൊക്കെ പോയാൽ ചില പ്രയാസങ്ങളൊക്കെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് മേഖലയിൽ ഹയർ സ്റ്റഡീസിലൊക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ലീഗൽ സ്റ്റഡീസ്, നിയമ പഠനം. +2 കഴിഞ്ഞ് നേരിട്ട് LLBക്ക് പോകാൻ ഡിഗ്രിയും LLBയും ഒന്നിച്ച് കിട്ടും. ഓക്കെ, മറ്റൊന്നാണ് ജേർണലിസം, പത്രപ്രവർത്തന മേഖല. +2 തലത്തിൽ തന്നെ ജേർണലിസം പഠിക്കാനുള്ള ഓപ്ഷൻ ഹ്യൂമാനിറ്റീസിലൊക്കെ ഉണ്ട്, നിർബന്ധമൊന്നുമില്ല. ഡിഗ്രി ജേർണലിസം പോവാം, ദെൻ PG, MCJ, MA ജേർണലിസം തുടങ്ങിയ കോഴ്സുകളുണ്ട്. മറ്റൊന്നാണ് സൈക്കോളജി. സൈക്കോളജി പഠിക്കാൻ +2 തലത്തിൽ സൈക്കോളജി പഠിച്ചിരിക്കണം പൊതുവെ, അല്ലെങ്കിൽ സയൻസ് പഠിച്ചിരിക്കണം. എനിവേ അതൊരു സോഷ്യൽ സയൻസ് ഹ്യൂമാനിറ്റീസ് മേഖലയാണ്, മനഃശാസ്ത്ര പഠനം. മറ്റൊന്ന് സോഷ്യൽ വർക്കാണ്. സോഷ്യൽ വർക്ക്, സോഷ്യൽ സർവീസ് 2 എണ്ണം ഉണ്ട്. സോഷ്യൽ സർവീസ് പണം പ്രതീക്ഷിക്കാത്ത നമ്മൾ ചെയ്യുന്ന പണിയാണ്. സോഷ്യൽ വർക്ക് നമുക്ക് പണം കിട്ടും. ഓക്കെ, വലിയ വലിയ പ്രൊജക്ടുകളൊക്കെ നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ യൂണിസെഫ്, യുനെസ്കോ, IMF, വേൾഡ് ബാങ്ക് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരുടെ പ്രൊജക്ടുകൾ ദേശീയ അടിസ്ഥാനത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ ഉണ്ടാവും. അതൊക്കെ പ്ലാൻ ചെയ്യുക, നടപ്പിലാക്കുക, അതിനെ ഫോളോ അപ്പ് നടത്തുകയൊക്കെയാണ് സോഷ്യൽ വർക്കർ ചെയ്യുക. +2 തലത്തിൽ ഹ്യൂമാനിറ്റീസ് സോഷ്യൽ വർക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിർബന്ധമൊന്നുമില്ല. ഡിഗ്രി BSW അല്ലെങ്കിൽ BA സോഷ്യൽ വർക്ക് ഉണ്ട്, PG MSW ഒക്കെ ഉണ്ട്. ഓക്കെ, ദെൻ മറ്റൊന്നാണ് ടീച്ചിങ്, പറയേണ്ടതില്ലല്ലോ. LP സ്കൂൾ, UP സ്കൂൾ, നഴ്സറി, ഹൈസ്കൂൾ, +2, കോളേജ്, യൂണിവേഴ്സിറ്റി ഒക്കെ ടീച്ചർ ആവാൻ പറ്റും. ടീച്ചിങ് ഇഷ്ടമുള്ളവർ എവിടെ ടീച്ചർ ആവണമെന്നും ഏത് സബ്ജക്റ്റിൽ ടീച്ചർ ആവണമെന്നും തീരുമാനിക്കുക. +2 കഴിഞ്ഞ് നേരിട്ട് B.Edന് പോകാനുള്ള ഓപ്ഷനുകളൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. ലാംഗ്വേജ് സ്റ്റഡീസ്, ഭാഷാ പഠനം മറ്റൊരു മേഖലയാണ്. ഓക്കെ, ഡിസൈനിങ് മേഖലയിലേക്ക് വരാം, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് വരാം. ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് മേഖലയിലുണ്ട്. സയൻസ് കഴിഞ്ഞവർക്കും കൊമേഴ്സ് കഴിഞ്ഞവർക്കും ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്കും ഒക്കെ വരാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ 2 സെഷനിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന് ഞാൻ പറഞ്ഞത് കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത് ആഫ്റ്റർ 10th ദെൻ വാട്ട് നെക്സ്റ്റ് എന്നാണ്. ദെൻ ഇന്നത്തെ നമ്മുടെ പ്രസന്റേഷന്റെ ടോപ്പിക് ഇനി ഞാൻ പറയാൻ പോകുന്ന 3ാമത്തെ ഭാഗമാണ്. അതായത് +1 ഏകജാലക പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതില് +1 മാത്രമാണ് ഞാൻ പറയുന്നത്. ഏറെക്കുറെ അതേപോലെ തന്നെയാണ് VHSCയും. അതുപോലെ തന്നെ 10th ശേഷമുള്ള കോഴ്സുകളെ ഞാൻ 2 എണ്ണമാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. ഏറെക്കുറെ അതേ രീതിയിലൊക്കെ തന്നെ നമുക്ക് VHSC എടുത്തിട്ടും വരാവുന്നതാണ്, മാറ്റമൊന്നുമില്ല. മാത്രമല്ല VHSC പഠിക്കുന്ന സമയത്ത് ചില അഡ്വാൻറ്റേജ്, ഒരു തൊഴിൽ പഠിക്കുന്നു എന്നുള്ളതൊക്കെ ഞാൻ പറയുകയും ചെയ്തു.
ദെൻ +1 അഡ്മിഷൻ പ്രോസസ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു മെയ് 14. ഓക്കെ, 20 വരെ അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയമാണ്. കുട്ടികളൊക്കെ അധികവും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, യോഗ്യത നമുക്കറിയാം 10ാം ക്ലാസ് ആണ്. അതുപോലെ തന്നെ CBSE 10ാം ക്ലാസ് കഴിഞ്ഞവർക്കും ICSE IGSE തുടങ്ങിയ സ്ട്രീം കഴിഞ്ഞവർക്കും ടെക്നിക്കൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞവർക്കും ഒക്കെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ മിനിമം D+ എല്ലാ വിഷയങ്ങളും കിട്ടിയിരിക്കണം എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ റെഗുലർ ആയിട്ട് പഠിച്ച ആൾക്കാർക്കാണ് റെഗുലർ ആയിട്ട് +1 ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നിയോസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, അതുപോലെ തന്നെ കേരള സാക്ഷരതാ മിഷന്റെ തുല്യതാ പരീക്ഷയൊക്കെ കഴിഞ്ഞ അഥവാ അനൗപചാരിക വിദ്യാഭ്യാസം നേടിയ കുട്ടികൾക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തിലൂടെ +1 ജോയിൻ ചെയ്യാൻ കഴിയില്ല. ദെൻ പ്രായം 15 വയസ്സ് ആയിരിക്കണം. 20 വയസ്സ് വരെ ആവാം ജൂൺ 1-ാം തീയതി. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ, അതായത് സാധാരണ SSLC കഴിഞ്ഞ ആൾക്കാർക്ക് മിനിമം വയസ്സുമായി ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻ ഇല്ല. അതുപോലെ ST കാറ്റഗറിയിൽ പെട്ട കുട്ടികൾക്ക് 22 വയസ്സാവാം. അതുപോലെ ഭിന്നശേഷി വിഭാഗത്തിൽ പെട്ട കുട്ടികൾക്ക് 25 വയസ്സ് വരെ ആവാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒന്നിലധികം ജില്ലകളിൽ അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കുള്ള ജില്ലയിൽ അപേക്ഷിക്കാം, നമുക്ക് പുറത്തുള്ള ജില്ലയിൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. പൊതുവെ റവന്യൂ ഡിസ്ട്രിക്ട് എന്നാണ് ഇതിനെ പറയുക. പ്രത്യേകിച്ച് ജില്ലാ അതിർത്തികളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് വീടിന്റെ അടുത്തുള്ള 2 സ്കൂളുകൾ ഒരുപക്ഷെ 2 ജില്ലയിലായിരിക്കും. അതുകൊണ്ട് 2 ജില്ലകളിലേക്കും സെപ്പറേറ്റ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫോം കൊടുക്കണം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് ഒരു സ്ഥാപന 2 സ്ഥാപനത്തിൽ അഥവാ 2 ജില്ലകളിൽ അഡ്മിഷൻ കിട്ടി. താൽക്കാലികമാവട്ടെ സ്ഥിരമാവട്ടെ, ഫസ്റ്റ് ഓപ്ഷൻ ആവട്ടെ അല്ലാത്തതാവട്ടെ, ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നു. അത് സ്ഥിരപ്രവേശനമാവാം, താൽക്കാലിക പ്രവേശനമാവാം. സ്ഥിരപ്രവേശനം എന്താണ്, താൽക്കാലിക പ്രവേശനം എന്താണെന്ന് ഞാൻ പിന്നീട് പറയും. ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ട് ജോയിൻ ചെയ്യാത്ത സ്ഥലത്തത് ഇല്ലാതാവും. ഇനി നമുക്ക് 2 ജില്ലയിൽ അപ്ലിക്കേഷൻ കൊടുത്തു. ഒരു ജില്ലയിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി, ഒരു ജില്ലയിൽ കിട്ടിയിട്ടില്ല എങ്കിൽ കിട്ടാത്ത ജില്ലയിൽ 2ാമത്തെ അലോട്ട്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കിട്ടാത്തത് ഇല്ലാതാവില്ല, കിട്ടിയതാണ് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലാതെ ആവുക. ഇതാണ് 2 അല്ലെങ്കിൽ ഒന്നിലധികം ജില്ലകളിൽ അപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ടെക്നിക്കലായ കംപ്ലീറ്റ് വശങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നില്ല, അത് നിങ്ങൾ അറിയേണ്ട ആവശ്യവുമില്ല. പക്ഷെ ചെറിയൊരു ധാരണ ഉണ്ടാവണം. ചില കുട്ടികളൊക്കെ വന്ന് പ്രയാസം പറയും, എനിക്ക് 8A+, എന്റെ കൂടെ പഠിച്ച കുട്ടിക്കും 8A+, ഞങ്ങൾ 2 പേരും ഒരേ സ്കൂളാണ് പഠിച്ചത്, ഒരേ പഞ്ചായത്തിലാണ്, ഒരേ ജില്ലയിലാണ്, ഒരേ താലൂക്കിലാണ്, അവൾക്ക് സയൻസ് കിട്ടി എനിക്ക് സയൻസ് കിട്ടിയില്ല, അല്ലെങ്കിൽ അവന് സയൻസ് കിട്ടി എനിക്ക് സയൻസ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഒരു സ്റ്റെപ്പ് നമ്മുടെ ഗ്രേഡ് പോയിന്റ് ആക്കുന്നു എന്നുള്ളതാണ്. ഗ്രേഡ് പോയിന്റ് ആക്കുന്നു. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഇനി ഞാൻ പറയുന്നതാണ്, നമുക്ക് ഓരോ വിഷയങ്ങൾക്കും വെയിറ്റേജ് ഉണ്ട്. നമ്മൾ ഏത് കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്, സയൻസ് ആണോ കൊമേഴ്സ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ എന്നുള്ളത്. അതുപോലെ തന്നെ സയൻസിൽ തന്നെ ഏതെടുക്കുന്നു, കൊമേഴ്സിൽ തന്നെ ഏതെടുക്കുന്നു, ഹ്യൂമാനിറ്റീസ് തന്നെ ഏതെടുക്കുന്നു എന്നത് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ കിട്ടിയിരിക്കുന്ന A+ അനുസരിച്ചിരിക്കും. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു, ഒരാൾക്ക് 8A+, 2ആൾക്ക് 8A+, അല്ലെ? ദെൻ ഒരാൾക്ക് കിട്ടി ഒരാൾക്ക് കിട്ടിയിട്ടില്ല. A+ മിസ്സായ വിഷയം സയൻസ് ആണ് ഒരു കുട്ടിക്ക് A+ മിസ്സായ വിഷയം സയൻസ് അല്ല എങ്കിൽ സയൻസ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. A+ സയൻസിൽ മിസ്സാവാത്ത കുട്ടിക്ക് സയൻസ് കിട്ടാനുള്ള സാധ്യത കുറവാണ് A+ സയൻസിൽ മിസ്സായ കുട്ടിക്ക്. അതുകൊണ്ട് ഏതെല്ലാം കോമ്പിനേഷനുകൾക്ക് ഏതെല്ലാം വിഷയങ്ങളുടെ വെയിറ്റേജ് കിട്ടുമെന്ന് ചെറിയൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു 9 ടൈപ്പ് സയൻസ് ഉണ്ട് എന്ന്. അതിൽ 5 ടൈപ്പ് സയൻസിനും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സിന് വെയിറ്റേജ് ഉണ്ട്. ദെൻ 4 കോമ്പിനേഷന് ഫിസിക്സ് കെമിസ്ട്രി മാത്സിനാണ് വെയിറ്റേജ് ഉള്ളത്. കുട്ടികൾക്ക് മനസ്സിലാവുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരാൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും ഉള്ള സയൻസിന് അപ്ലൈ ചെയ്തു, ഫുൾ A+ ഉള്ള കുട്ടിയാണ്. ഓക്കെ, അപ്പം ഫുൾ A+നോട് കൂടെ ഈ വെയിറ്റേജും കൂടെ കിട്ടും അവർക്ക്. ഇനി ഒരു കുട്ടി ഫുൾ A+ ഇല്ല, ഒരു വിഷയത്തിന് A+ മിസ്സായി, അതൊരു സയൻസ് വിഷയവുമാണെങ്കിൽ ആ കുട്ടിക്ക് അവിടെ വെയിറ്റേജ് കുറച്ച് കുറയും. ഒന്ന്, ഫുൾ A+ ഇല്ല എന്നുള്ള വെയിറ്റേജ് കുറയും. 2, സയൻസ് വിഷയത്തിന് A+ മിസ്സായി എന്ന ഒരു വെയിറ്റേജും അവിടെ കുറയും. ഓക്കെ, ഇനി കൊമേഴ്സിലാണെങ്കിൽ 4 ടൈപ്പ് കൊമേഴ്സ് ആണുള്ളത്. 4 ടൈപ്പ് കൊമേഴ്സിലും വെയിറ്റേജ് സോഷ്യൽ സയൻസിനും മാത്സിനുമാണ്. ക്ലിയർ, സോഷ്യൽ സയൻസിനും മാത്സിനുമാണ്. ഇനി ഹ്യൂമാനിറ്റീസിൽ 32 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 25 ടൈപ്പ് ഹ്യൂമാനിറ്റീസിനും സോഷ്യൽ സയൻസിന്റെ വിഷയത്തിനാണ് വെയിറ്റേജ് ഉള്ളത്.
ഇപ്പൊ സോഷ്യൽ സയൻസ് അഥവാ ഹ്യൂമാനിറ്റീസിന് അപ്ലൈ ചെയ്ത ഒരു കുട്ടിക്ക് സോഷ്യൽ സയൻസിൽ A+ മിസ്സായിട്ടുണ്ടെങ്കിൽ സാധ്യത കുറച്ച് കുറയും. ക്ലിയർ? ദെൻ സോഷ്യൽ സയൻസിന് A+ ഉള്ള ഒരു കുട്ടിക്ക് സയൻസിന് സാധ്യത കുറച്ച് കൂടും. ഓക്കെ. ദെൻ മറ്റൊന്ന് 4 വേറെ ഹ്യൂമാനിറ്റീസ് കോമ്പിനേഷൻ സോഷ്യൽ സയൻസും ഇംഗ്ലീഷും പരിഗണിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു വളരെ വ്യത്യസ്തമായ കോമ്പിനേഷൻ ഒക്കെ ഹ്യൂമാനിറ്റീസിലാണ് ഉള്ളത് എന്ന്. ഇപ്പൊ ഹ്യൂമാനിറ്റീസിലെ ഒരു കോമ്പിനേഷന് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ഒക്കെ ഉള്ളതാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഇംഗ്ലീഷിന് വെയിറ്റേജ് ഉണ്ടാവും. അതുകൊണ്ട് അവിടെ സോഷ്യൽ സയൻസും ഇംഗ്ലീഷിനും വെയിറ്റേജ് ഉണ്ടാവും. 3 സോഷ്യൽ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾക്ക് സോഷ്യൽ സയൻസിനും മാത്സിനും വെയിറ്റേജ് ഉണ്ട്. ഓക്കെ. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉള്ള ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ക്ലിയർ? അപ്പൊ അവിടെയൊക്കെ മാത്സിന് പരിഗണന ഉണ്ടാവും. പിന്നെ ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ടതാണ്, അതും നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും കുട്ടികൾ പരാതി പറയും ഫുൾ A+ ഉണ്ട് കിട്ടിയിട്ടില്ല, ദെൻ ഫുൾ A+ ഇല്ലാത്ത എൻ്റെ അടുത്തുള്ള ഒരു കുട്ടിക്ക് കിട്ടി എന്നൊക്കെ പറയും. ഓക്കെ. അപ്പം ബോണസ് പോയിന്റ് പഠിച്ച സ്കൂളിന് ബോണസ് പോയിന്റ് ഉണ്ട്, പഠിച്ച താലൂക്കിനുണ്ട്, പഠിച്ച പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് വെയിറ്റേജ് ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഈ ഡിഫൻസിലൊക്കെ ജോലി ചെയ്ത് മരണപ്പെട്ടു അല്ലെങ്കിൽ ഡിഫൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ആ രീതിയിലൊക്കെ വെയിറ്റേജുകൾ ഉണ്ട്. ബോണസ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ബോണസ് പോയിന്റിന് പുറമെ നമുക്ക് ചില പരിഗണനകൾ ഉണ്ട് എല്ലാവരും ഒരേ റാങ്കിൽ വരുന്ന സമയത്ത്. ഓക്കെ. അപ്പോൾ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകളൊക്കെ നിങ്ങൾ അപ്ലിക്കേഷൻ സമയത്ത് സൂചിപ്പിക്കണം ഉള്ളവര്. ഓക്കെ. സ്കൂളിൽ വ്യത്യസ്ത ക്ലബ്ബുകളുണ്ട്, അതിനൊക്കെ ചെറിയ ഒരു പരിഗണന ഉണ്ട് നമുക്ക് റാങ്ക് ഒരേപോലെ വരുന്ന സമയത്ത്. ഓക്കെ. കുട്ടികളുടെ പേരിന്റെ അക്ഷരത്തിന് പോലും പരിഗണന ഉണ്ട്. നമുക്കറിയാലോ, ഒരു ജില്ലയിലാണെങ്കിൽ ആയിരക്കണക്കിന് അപ്ലൈ ചെയ്യാണ് ഒരേ സ്ഥാപനത്തിലെ ഒരേ കോഴ്സിന്. അതുകൊണ്ട് ഇവരെ റാങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആണ്. കമ്പ്യൂട്ടർ പ്രോസസ്സിലൂടെ അത് സിമ്പിൾ ആയിട്ട് നടക്കും, പക്ഷെ അതിൽ ഒരുപാട് ഘടകങ്ങൾ പരിഗണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു സ്കൂളിന് പരിഗണന ഉണ്ട്, A+ന് പരിഗണന ഉണ്ട്, സബ്ജക്റ്റിന് പരിഗണന ഉണ്ട്, ദെൻ താലൂക്കിന് പരിഗണന ഉണ്ട്, മുനിസിപ്പാലിറ്റിക്ക് പരിഗണന ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ പരിഗണനകളും വെച്ചിട്ടും 2 കുട്ടികൾക്ക് ഒരേ മാർക്കായാൽ പിന്നെ ആർക്ക് കൊടുക്കും? അപ്പൊ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കും. പ്രായം കൂടിയ കുട്ടിക്ക് വെയിറ്റേജ് കൂടും. ഓക്കെ. എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ നമ്മുടെ ആൽഫബറ്റിക് നോക്കും, ഓർഡർ, പേരിന്റെ ആദ്യ അക്ഷരം. ചിലപ്പം അഹമ്മദ് എന്നൊക്കെ പറഞ്ഞ കുട്ടിക്ക് കിട്ടും, ബാലൻ എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഉപദേശം കിട്ടാതാവും. കാരണം അഹമ്മദ് A ആദ്യത്തെ അക്ഷരം. ക്ലിയർ? ദെൻ ബാലന്റെ ആദ്യത്തെ അക്ഷരം B ആണ്. ക്ലിയർ? ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് വരുന്ന സംഗതികളാണ്. അതുപോലും ചിലപ്പോൾ കുട്ടികൾക്ക് സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് അത് സൂചിപ്പിച്ചത്. ഇനി മറ്റൊരു കാര്യം സൂചിപ്പിക്കുക ട്രയൽ അലോട്ട്മെന്റ് ആണ്. 20 വരെയാണ് അപ്ലിക്കേഷൻ, 24 ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടാവും. ട്രയൽ അലോട്ട്മെന്റിൽ നമ്മൾ സീരിയസ് ആയിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം. അത് ട്രയൽ അല്ലേ, ചേരാനുള്ളതല്ലോ എന്ന് വിചാരിച്ചിട്ട് പരിഗണിക്കാതിരിക്കരുത്. ഓക്കെ. ട്രയൽ അലോട്ട്മെന്റ് വന്നാൽ നമുക്ക് ചെറിയൊരു പിക്ചർ കിട്ടും, എവിടെ കിട്ടാൻ സാധ്യതയുണ്ട്, എവിടെ കിട്ടാതിരിക്കാനാണ് അവസ്ഥ എന്നുള്ളതൊക്കെ. ഇനി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തലുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചെയ്യാം. കോഴ്സുകളെ കുറിച്ച് മാറ്റം, സ്കൂളുകൾ മാറ്റം ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ട്രയൽ അലോട്ട്മെന്റ് ശേഷം ചെയ്യാം. ഇനി ഈ ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ പിന്നെ പ്രവേശനമാണ്. ഓക്കെ. പ്രവേശനം താൽക്കാലിക പ്രവേശനമുണ്ട്, സ്ഥിര പ്രവേശനമുണ്ട്. നമ്മൾ അപ്ലിക്കേഷനിൽ ഒരുപാട് ഓപ്ഷനുകൾ കൊടുക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ, നമ്മൾ സ്ഥിരമായിട്ട് ചേരുന്നു. ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ, അഥവാ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, നമ്മൾ താൽക്കാലികമായിട്ട് ചേരുന്നു. താൽക്കാലികമായി ചേരുക എന്ന് പറഞ്ഞാൽ ഫീസ് അടക്കുന്നില്ല എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോ നിങ്ങൾ താൽക്കാലികം കിട്ടിയല്ലോ ഞാൻ അവിടേക്ക് പോകുന്നില്ല, സ്ഥിരമായിട്ട് കിട്ടിയിട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കരുത്. ഒന്നാമത്തെ അലോട്ട്മെന്റിൽ താൽക്കാലികമായിട്ട് കിട്ടിയാൽ നിർബന്ധമായിട്ട് താൽക്കാലികമായിട്ട് ചേരണം. ഓക്കെ. ഫീസ് അടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അവിടെ കൊടുക്കണം, ഒറിജിനൽ. അപ്പൊ നിങ്ങൾ അലോട്ട്മെന്റ് പ്രകാരം അഡ്മിഷൻ കിട്ടി ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് മാർക്ക് ലിസ്റ്റ്, ഓൺലൈൻ കോപ്പി, ഓക്കെ, അതുപോലെ തന്നെ മറ്റ് ക്ലബ്ബുകളൊക്കെ ഉണ്ടെങ്കിൽ ബോണസ് പോയിന്റ് ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒറിജിനലും കോപ്പിയും ഒക്കെ ആയിട്ടാണ് പോവേണ്ടത്. ഓക്കെ. ഇനി രണ്ടാമത്തെ അലോട്ട്മെന്റ് ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിലേക്കായാൽ മാറുക, സ്ഥിരപ്പെട്ട് ജോയിൻ ചെയ്യുക. രണ്ടാമത്തെ അലോട്ട്മെന്റിൽ മാറ്റമൊന്നും ഇല്ലെങ്കിൽ, ഇഷ്ടപ്പെട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല, മാറേണ്ടതില്ല. അതേസമയം ഇഷ്ടപ്പെടാത്ത വേറൊന്നിലേക്ക് മാറ്റം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാറിയ സ്ഥലത്തേക്ക് പോയിട്ട് ചേരണം. ക്ലിയർ? മൂന്നാമത്തെ അലോട്ട്മെന്റ് ഉണ്ട്. ഒന്നാം ഘട്ടത്തിൽ 3 അലോട്ട്മെന്റ് ആണ്. മൂന്നാമത്തെ അലോട്ട്മെന്റ് ഇഷ്ടപ്പെട്ട് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഫീസ് അടച്ച് ചേരണം. പിന്നീട്
മാറ്റങ്ങൾ അവസാന സമയത്ത് ട്രാൻസ്ഫറിലൊക്കെ ഉണ്ടാവും. പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുക. ഓക്കെ, ഇതാണ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്താണ് താൽക്കാലിക അലോട്ട്മെന്റ്, എന്താണ് സ്ഥിരമായിട്ടുള്ള അലോട്ട്മെന്റ് എന്നുള്ളത്. ഓക്കെ, മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൽ ഒരുപാട് തെറ്റുകൾ സാധാരണ കണ്ടുവരാറുണ്ട്. കുട്ടികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ അപ്ലിക്കേഷൻ സമയത്ത് ഈ ഓപ്ഷനാണ്. ഇത് മാത്രമാണ് നിങ്ങൾ കൂടുതൽ ആലോചിച്ച് ചെയ്യേണ്ടത്. ബാക്കിയൊന്നും ഒരുപാട് നിങ്ങൾ ഒറ്റയ്ക്ക് ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ്, നിങ്ങളുടെ SSLC എഴുതിയ വർഷം ഏതാണ്, മാസം ഏതാണ്, പാരന്റിന്റെ നെയിം ഏതാണ്, അഡ്രസ് എന്താണ്, അത്തരം സംഗതികളൊക്കെ പലതും സിസ്റ്റത്തിൽ വരും. നിങ്ങൾ ആലോചിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഏത് സ്ഥാപനത്തിൽ ഏത് കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്നു. എത്രയും എഴുതാം. ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് ഇഷ്ടപ്പെട്ട ഒരു സ്ഥാപനത്തിൽ എഴുതുകയാണെങ്കിൽ അതാണ് ഒരു ഓപ്ഷൻ. അങ്ങനെ നിങ്ങൾക്ക് എത്രയും എഴുതാം. ക്ലിയർ? ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രിഫറൻസ് കൊടുക്കേണ്ടത് കരിയർ ഗോളിന് സ്യൂട്ടായ കോഴ്സാണ്. ഇപ്പോൾ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ABC എന്ന സ്കൂളിലാണ് സയൻസ് ആഗ്രഹിക്കുന്നതെങ്കിൽ ABC എന്ന സ്കൂളിൽ സയൻസ് എഴുതുന്നു. ഇനി നിങ്ങൾക്ക് ഡോക്ടർ ആവണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, അഥവാ ABC എന്ന സ്കൂളിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ XYZ എന്ന സ്കൂളിൽ കൊടുക്കുന്നു. അതും കിട്ടിയിട്ടില്ല നിങ്ങൾ PQR എന്ന സ്കൂളിൽ കൊടുക്കുന്നു. അതും കിട്ടിയിട്ട് നിങ്ങൾ MNOPQ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, താഴേക്ക് 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 സയൻസ് കൊടുക്കാം. ചില കുട്ടികളൊക്കെ ചെയ്യും, ഞാൻ പഠിച്ച സ്കൂളിൽ സയൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ കൊമേഴ്സ് രണ്ടാമത്, സയൻസ് കൊമേഴ്സും കിട്ടിയിട്ടില്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് മൂന്നാമത്തത്. അങ്ങനെ എഴുതിയാലുള്ള കുഴപ്പം എന്താന്ന് വെച്ചാൽ, അഥവാ സയൻസ് കിട്ടിയിട്ടില്ല ഒന്നാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ കൊമേഴ്സ് കിട്ടി, നിങ്ങൾ കൊമേഴ്സിൽ ചേർന്ന് കൊമേഴ്സ് പഠിക്കൽ നിർബന്ധമാവും. അതുകൊണ്ട് ഇഷ്ടം സ്ഥാപനത്തിന് എന്നതിനപ്പുറം കോഴ്സിനാവണം. അപ്പൊ ആദ്യം നിങ്ങൾ കൊടുക്കേണ്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടപ്പെട്ട സ്ഥാപനം ഒന്നിച്ചു വരികയാണെങ്കിൽ അതിന് കൊടുക്കുക. രണ്ടാമത് കൊടുക്കേണ്ടത് നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സിനാണ്, ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിനല്ല. സമീപത്ത് എവിടെയാണോ സയൻസ് ഉള്ളത്, സയൻസ് ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ അവിടെയൊക്കെ സയൻസിന് കൊടുക്കുക. ദെൻ വേണമെങ്കിൽ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എഴുതിയിടാം, അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ഇതാണ് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഒരുപാട് രീതിയിൽ നമുക്ക് അഡ്മിഷൻ വാങ്ങാൻ പറ്റും, അതും ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഒന്ന് സിംഗിൾ വിൻഡോ, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ. ദെൻ മറ്റൊന്ന് എയ്ഡഡ് സ്കൂളുകൾ ഉണ്ടാവും, മാനേജ്മെന്റ് സ്കൂളുകൾ ഉണ്ടാവും, ഗവൺമെന്റ് അംഗീകരിച്ച എയ്ഡഡ് സ്കൂളുകൾ. ഓക്കെ, അവിടെ കമ്മ്യൂണിറ്റി ഫോം ഉണ്ടാവും. ഏത് കമ്മ്യൂണിറ്റിയാണോ സ്ഥാപനം നടത്തുന്നത് ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾക്ക് 20% സീറ്റ് ഉണ്ട്. ഇപ്പൊ മുസ്ലിം മാനേജ്മെന്റ് ആണെങ്കിൽ മുസ്ലിം കുട്ടികൾക്ക്, ഹിന്ദു മാനേജ്മെന്റ് ആണെങ്കിൽ ഹിന്ദു കുട്ടികൾക്ക്, ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണെങ്കിൽ ക്രിസ്ത്യൻ കുട്ടികൾക്ക്. ഓക്കെ, അപ്പൊ ആ സംഗതി അതത് സ്കൂളുകൾ ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഏറെക്കുറെ അധിക സ്കൂളുകളിലും അത് ഓഫ്ലൈനിലാണ് ഉണ്ടാവാറ്. സ്കൂളിൽ പോയി ഫോം വാങ്ങുക, ഫില്ല് ചെയ്ത് അവിടെ തന്നെ കൊടുക്കുക. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഒന്ന് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അഡ്മിഷൻ കൊടുക്കും, അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക്. ഓക്കെ, അത് ഏതാണോ മാനേജ്മെന്റ് ആ മാനേജ്മെന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ചില മാനേജ്മെന്റ് സ്കൂളുകൾ ക്യാഷ് വാങ്ങുന്നതുണ്ട്, ചില മാനേജ്മെന്റ് ഒക്കെ ഈ റെക്കമെൻഡ് വഴി കൊടുക്കുന്നവരുണ്ട്, ചില മാനേജ്മെന്റ് ഒക്കെ മാർക്ക് അടിസ്ഥാനത്തിൽ കൊടുക്കുന്നതുണ്ട്. അത് പല പല രീതിയിലാണ്. ഏത് എയ്ഡഡ് സ്കൂളിലാണോ നിങ്ങൾ മാനേജ്മെന്റ് ശ്രമിക്കുന്നത് ആ സ്കൂളിൽ ശ്രമിക്കുക നേരിട്ട്. പിന്നെ മറ്റൊന്ന് അൺഎയ്ഡഡ് സ്കൂളുകളാണ്. ഈ പറഞ്ഞ രീതിയിലൊന്നും അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഫീസ് കൊടുക്കേണ്ടി വരും. അൺഎയ്ഡഡ് സ്കൂളിലേക്കും ആവാം. അൺഎയ്ഡഡ് സ്കൂൾ അഡ്മിഷൻ അത് സ്കൂളിൽ നേരിട്ട് ഫോം വാങ്ങി കൊടുക്കുന്ന രീതിയാണ്. ഓക്കെ, സിംഗിൾ വിൻഡോ അല്ല. പിന്നെ സ്പോർട്സ് കോട്ട ഉണ്ട്. സ്പോർട്സ് കോട്ടയ്ക്ക് നമ്മൾ സ്പോർട്സ് മികവുള്ള ആൾക്കാർക്ക് സാധാരണ രീതിയിൽ അപ്ലൈ ചെയ്യാം. അതിന് പുറമെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്പോർട്സ് കൗൺസിലിൽ സ്പോർട്സ് കോട്ട വഴി അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്താം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സ്പോർട്സ് കൗൺസിൽ സെപ്പറേറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഒരു നമ്പർ അവർ അലോട്ട് ചെയ്തു, അത് വെച്ചിട്ട് നിങ്ങൾ സാധാരണ രീതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, ദെൻ അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ള സമയക്രമവുമായി ബന്ധപ്പെട്ടതാണ്. 14-ന് ആരംഭിച്ചു, 20 വരെ ഉണ്ട്. ദെൻ ട്രയൽ അലോട്ട്മെന്റ് 24-നാണ്. ആ സമയത്ത് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം. ഫസ്റ്റ് അലോട്ട്മെന്റ് ജൂൺ 2-നാണ്. അന്ന് നിങ്ങൾ താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ ചേരണം. ദെൻ മുഖ്യ അലോട്ട്മെന്റ് 17-ന് കഴിയും. ഓക്കെ, ഒന്നാം ഘട്ടത്തെ അലോട്ട്മെന്റിൽ 3 എണ്ണം ഉണ്ടാവും. ഓക്കെ, ദെൻ ക്ലാസ് ജൂൺ 18-നാണ് ആരംഭിക്കുന്നത്. സപ്ലിമെന്ററി ആപ്ലിക്കേഷൻ ഉണ്ട്, എവിടെയും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ തീരെ അപ്ലൈ ചെയ്തിട്ടില്ല അത്തരം ആൾക്കാർക്കൊക്കെ ജൂൺ 28 മുതൽ ജൂലൈ 23 വരെയാണ് എന്റെ സമയം. ജൂലൈ 23-ന് എല്ലാ അഡ്മിഷൻ പ്രോസസ്സും കഴിയുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്.
വൈകി വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടെ പറയാണ്, 3 കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഒന്ന് കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് ആഫ്റ്റർ 10th ദെൻ വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ്, അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത് ഏകജാലക പ്രവേശനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ്. ഓക്കെ, ദെൻ അവസാന സെഷൻ ആരംഭിക്കുകയാണ്. Q&A സെഷനാണ്, ക്വസ്റ്റ്യൻ ആൻഡ് സെഷൻ. ഇവിടെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാം, പറയാത്തതും ചോദിക്കാം. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ടത് പ്രത്യേകിച്ച് ചോദിക്കുക. ഈ അപ്ലിക്കേഷൻ പ്രോസസ് ഏകജാലകവുമായി ബന്ധപ്പെട്ട് അതല്ലാത്ത ചോദ്യങ്ങളും നിങ്ങൾക്കാവാം. ആഫ്റ്റർ 10th ദെൻ വാട്ട് നെക്സ്റ്റ്, ഓർ ആഫ്റ്റർ +2 ദെൻ വാട്ട് നെക്സ്റ്റ്, സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് മേഖലയിലെ കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, തൊഴിൽ സാധ്യതകൾ, മത്സര പരീക്ഷകൾ, പ്രവേശന പരീക്ഷകൾക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാം. ദെൻ ഗൂഗിൾ ഫോം ഇതിൽ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചോദ്യങ്ങൾ അതുവഴി ചോദിക്കാം. ദെൻ ഹോസ്റ്റ് കോർഡിനേറ്റർ ക്വസ്റ്റ്യൻസ് വായിക്കും, അതിന് ആൻസർ പറയാം. ദെൻ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാനുള്ള പ്രൊവിഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ ഗൂഗിൾ ഫോമിൽ ചോദ്യം ചോദിച്ചവർക്കായിരിക്കും ആദ്യം ആൻസർ ചെയ്യുക. ദെൻ ടെക്സ്റ്റ് ചെയ്ത ആൾക്കാർക്ക് അവസരങ്ങളുണ്ട്. നിങ്ങളൊക്കെ അൺമ്യൂട്ട് ചെയ്ത് ചോദ്യവും ആവാം. ചോദ്യങ്ങള് ഒരു ജനറൽ സ്വഭാവത്തിലായാൽ പറയാൻ പ്രയാസമായിരിക്കും. നിങ്ങൾ ചോദ്യങ്ങളൊക്കെ സ്പെസിഫിക് ആവണം. ഒരാള് കൊമേഴ്സ് എടുത്താൽ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചാൽ പറയാൻ പ്രയാസമാണ്. അതുപോലെ സമയം ഒരു കുട്ടി CA കുറിച്ച് എനിക്ക് അറിയണമെന്ന് പറയുമ്പോൾ പറയാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ട് നല്ലത് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് ചോദ്യകർത്താവിനോട് നേരിട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം ഓപ്പൺ ടു ഓൾ. ഓക്കെ, ആദ്യം BSc നഴ്സിംഗിനെ കുറിച്ചാണ്. സ്കിൻ പ്രോബ്ലം ഉള്ള ഒരാൾക്ക് BSc നഴ്സിംഗ് പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. സ്കിൻ പ്രോബ്ലം ഉള്ള ഒരാൾക്ക് അഡ്മിഷൻ കൊടുക്കില്ല എന്നൊന്നും ഉണ്ടാവാൻ സാധ്യതയല്ല. അവർക്ക് സ്കിൻ പ്രോബ്ലം ഉണ്ടായി മറ്റ് രോഗികളെ കൂടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ ആ ജോലിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ലല്ലോ. നേരത്തെ ഞാൻ ജോലി തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ പറഞ്ഞു. അതിൽ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. 1 ഇൻട്രസ്റ്റ്, 2 ആപ്റ്റിറ്റ്യൂഡ്, 3 എഫേർട്ടാണ്. ഇതിന് പുറമെ ഞാൻ 10 പോയിന്റ് പറഞ്ഞു വിശദീകരിക്കാതെ. അതിൽ 2 ജോലിയുടെ സ്വഭാവവും ജോലിയുടെ ചുറ്റുപാടുമാണ്. ഈ ഒരു കാര്യം കൂടെ വെച്ചിട്ടാണ് തീരുമാനിക്കേണ്ടത്. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ +2 സയൻസ് കഴിഞ്ഞ ആൾക്ക് 3 രീതിയിൽ ഈ നഴ്സിംഗ് മേഖലയിലേക്ക് വരാൻ പറ്റും. ഒന്ന് ANM ആണ്, മറ്റൊന്ന് GNM ആണ്, മറ്റൊന്ന് BSc നഴ്സിംഗ് ആണ്. BSc നഴ്സിംഗ് ആണെങ്കിലും GNM ആണെങ്കിലും ഒക്കെ +2 സയൻസ് വിഷയങ്ങളുടെ മാർക്ക് നോക്കിയിട്ടാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. ഡിഗ്രി ഇപ്പോൾ ഓൾറെഡി അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ, പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾ, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഒക്കെ ഉണ്ട്. LBS അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. സിംഗിൾ വിൻഡോ പ്രകാരം അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ഹലോ സർ, ഡിപ്ലോമ കോഴ്സ്, ഒറ്റ കാര്യം കൂടെ, ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. പൊതുവെ ഡിപ്ലോമ പാരാമെഡിക്കൽ ഒക്കെ 2 വർഷമാണ്. പാരാമെഡിക്കൽ ഡിപ്ലോമ നഴ്സിംഗ് 2 അല്ല 3-3.5 വർഷം എടുക്കും. നല്ല മാർക്ക് ഉണ്ടായാലേ ഡിഗ്രി അഡ്മിഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് കുട്ടികൾക്ക് വേണമെങ്കിൽ GNM പോയിട്ട് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് എന്ന 2 വർഷത്തെ കോഴ്സ് ചെയ്താൽ BScക്ക് തുല്യത നേടാവുന്നതുമാണ്. അസ്സലാമു അലൈക്കും സർ, സിംഗിൾ വിൻഡോ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ചെയ്തു വന്നപ്പോൾ ലാസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് പറഞ്ഞൊരു വിൻഡോ വന്ന്, അതിൽ CBSE അറ്റൻഡ് ചെയ്ത ആളുടെ സർട്ടിഫിക്കറ്റ് നമ്പർ നമുക്ക് മാർക്ക് ലിസ്റ്റിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അത് ഫില്ല് ചെയ്യാതെ ഒട്ട് കംപ്ലീറ്റ് ആവണമില്ല. ആ ആപ്ലിക്കേഷനുമായി മാർക്ക് ലിസ്റ്റിൽ എവിടെങ്കിലും എന്തെങ്കിലും ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, രജിസ്റ്റർ നമ്പറിന് പുറമെ. സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന പേര് കൊടുത്തിട്ടില്ലെങ്കിലും സീരിയൽ നമ്പറോ മറ്റോ പറഞ്ഞിട്ട് നിങ്ങൾ മാർക്ക് ലിസ്റ്റിന്റെ നമ്പർ അല്ലേ ചോദിക്കുന്നത്? അതെ, നമുക്ക് അതില് എന്താ പറയാ, അതേഴ്സ് എന്നുള്ളവർക്കാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടേത് CBSE വിൻഡോ ആണ്. CBSEയുടെ സർട്ടിഫിക്കറ്റ് നമ്പർ ഒന്നും തന്നിട്ടില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് ഒരു മാർക്ക് ലിസ്റ്റ് ഓൺലൈനിൽ ലഭ്യമല്ലേ? ഓൺലൈനിൽ നിന്ന് CBSE സൈറ്റ് വഴി ലഭ്യമാണ്. അതില് പക്ഷെ ഞങ്ങൾക്കൊരു നമ്പറും അവൈലബിൾ ആയില്ല. ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ തന്നെ എഴുതിയാൽ മതി. മതിയല്ലേ? ഓക്കെ. 10th കഴിഞ്ഞ് നേരെ പോളിയിൽ പോണതിനെ പറ്റി എന്താണ്?
ഞാൻ അഭിപ്രായം? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. 10ാം ക്ലാസ് ആണ് പോളിടെക്നിക്കിന്റെ യോഗ്യത. അതുകൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് പോളിടെക്നിക്കിന് പോവാം. പോളിടെക്നിക് കഴിഞ്ഞ ഒരു കുട്ടിക്ക് വേണമെങ്കിൽ LET ലാറ്ററൽ എൻട്രി ടെസ്റ്റ് എഴുതിയിട്ട് ബിടെക്കിലേക്ക് വരാം. ബിടെക് കഴിഞ്ഞാൽ MTechലേക്കൊക്കെ പോകാൻ പറ്റും. പക്ഷെ നമുക്കറിയാം ഇപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്നത് പൊതുവെ 10ലല്ല 12ലാണ്. അതുകൊണ്ട് +2 എന്നൊരു യോഗ്യത പൊതുവെ വേണ്ടതുണ്ടല്ലോ. ഓ, ക്ലിയർ? ഓക്കെ. മാത്രമല്ല ചില സന്ദർഭങ്ങളിലൊക്കെ 10+2+3 എന്ന് പറയാറുണ്ട് പൊതുവെ, അല്ലെങ്കിൽ 10+2+4 എന്നൊക്കെ പറയാറുണ്ട്. ചില യോഗ്യത 10 എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്, +2 എന്ന് പറഞ്ഞാൽ +2. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ഗൂഗിൾ ഫോമിലേക്ക് ചോദ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഒന്ന് മെഹബൂബ് അലി, അദ്ദേഹം ചോദിച്ചത് സയൻസ് ഗ്രൂപ്പ് വേണ്ട വിദ്യാർത്ഥി സയൻസ് മാത്രം കൊടുക്കുന്നതല്ലേ നല്ലത്? അതായത് ഞാൻ മുകളിൽ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടിയും കൂടെ ആൻസർ ചെയ്യാണ്. സയൻസ് കഴിഞ്ഞ ഒരാൾക്ക്, +2 സയൻസ് കഴിഞ്ഞ ഒരാൾക്ക് ലാറ്ററൽ എൻട്രി LET വഴി സെക്കൻഡ് ഇയർ പോളിടെക്നിക്കിലേക്ക് വരാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കറിയാം പോളിടെക്നിക് 3 വർഷത്തെ കോഴ്സാണ്. സയൻസ് കഴിഞ്ഞ ആൾക്ക് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ സെക്കൻഡ് ഇയർ പോളിടെക്നിക്കിലേക്ക് വന്ന് പോളിടെക്നിക്കിൽ ഒരു വർഷം ലാഭിക്കുകയും ആവാം. ഇനി ചോദിച്ച ചോദ്യമാണ്, ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടിക്ക് സയൻസ് കിട്ടാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഒരു കുട്ടിക്ക് മാർക്ക് നല്ലോണം ഉണ്ട്, അഥവാ A+ ഉണ്ട്, നേരത്തെ പറഞ്ഞ സ്കൂൾ വെയിറ്റേജ്, പഞ്ചായത്ത് വെയിറ്റേജ്, അതുപോലെ തന്നെ താലൂക്ക് വെയിറ്റേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് സയൻസ് ഒന്നും കൊടുക്കേണ്ടി വരില്ല. സയൻസ് തന്നെ കുറച്ച് കൊടുത്താൽ മതിയാവും. താൻ പഠിച്ച സ്കൂളിൽ തന്നെ മിക്കവാറും അഡ്മിഷൻ കിട്ടും. അതേസമയം A+ കുറഞ്ഞ കുട്ടിയാണ്, സയൻസ് കിട്ടൽ നിർബന്ധവുമാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഒരുപാട് സ്കൂളുകളിൽ സയൻസ് കൊടുക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഒക്കെ സയൻസ് ആയിരിക്കണം. എവിടെയെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട്. ഇനി അതേസമയം ഒരാൾക്ക് വീണ്ടും മാർക്ക് കുറവാണ് എങ്കിൽ, സയൻസ് കിട്ടുമെന്ന് ഉറപ്പില്ലെങ്കിൽ താൽക്കാലികമായിട്ട് സയൻസിലൊക്കെ ജോയിൻ ചെയ്തു, കൊമേഴ്സോ ഹ്യൂമാനിറ്റീസിലോ ജോയിൻ ചെയ്തു, പിന്നീട് സയൻസിലേക്കൊക്കെ മാറ്റത്തിനൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൽ കയറി കൂടേണ്ടതുണ്ട്. സിസ്റ്റത്തിൽ കയറി കൂടുക എന്ന് പറഞ്ഞ അർത്ഥം ഏതെങ്കിലും ഒരു സ്കൂളിൽ നമ്മൾ അഡ്മിഷൻ വാങ്ങേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫറിനൊക്കെ കൊടുക്കാൻ പറ്റും. ഇനി വേറൊരു സാധ്യത ഉണ്ട്. ആ സാധ്യത നിങ്ങൾ ഒരു പോളിസി ആയിട്ടൊന്നും എടുക്കരുത്. ഒരാള് സയൻസ് മാത്രം എഴുതി, ഈ 1ാം ഘട്ടത്തിൽ 3 സ്റ്റേജ് ഉണ്ട്. 1ാം അലോട്ട്മെന്റിൽ 3 അലോട്ട്മെന്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, ആ 3ലും കിട്ടിയിട്ടില്ലെങ്കിൽ സപ്ലി അപ്ലിക്കേഷൻ വിളിക്കൂ. അപ്പൊ ഈ കുട്ടിക്ക് സപ്ലി അപ്ലിക്കേഷൻ വഴി അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ സയൻസ് മാത്രം എഴുതിയാൽ മതി, വേറൊന്നും എഴുതണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചോദിച്ച ആളുടെ ബോണസ് പോയിന്റ് A+ അനുസരിച്ചിരിക്കും. സർ, ഞാനായിരുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ എൻ്റെ ഒരു ഡൗട്ട് എന്താന്ന് വെച്ചാല്, നമ്മള് കൊമേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ കൊമേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണമല്ലോ. അപ്പൊ അതിനുശേഷം ട്രാൻസ്ഫർ ആണോ, ട്രാൻസ്ഫർ ആണോ ഫസ്റ്റ്, അല്ലെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ആണോ ഫസ്റ്റ് എന്നുള്ളൊരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ്. സപ്ലിമെന്ററി ആണ് ആദ്യം ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെ ആകുമ്പോൾ സയൻസ് കിട്ടാത്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സപ്ലിമെന്ററി കൊടുത്ത് സയൻസ് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടാവും എന്ന് തോന്നിയത് കൊണ്ടാണ്. കൊമേഴ്സ് കിട്ടുമ്പോൾ പിന്നെ നമ്മൾ പെർമനന്റ് ആയിട്ട് തേർഡിൽ ചേരുമല്ലോ. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ചോദിച്ചതാണ്. സയൻസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് എവിടെങ്കിലും സയൻസ് കിട്ടുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥാപനത്തിൽ, നല്ല റിസൾട്ട് ഉള്ള ഒരു സ്ഥാപനത്തിൽ സയൻസ് കിട്ടിക്കൊള്ളുമെന്ന് 100% ഗ്യാരണ്ടി പറയാൻ പറ്റൂല. നമ്മൾ എവിടെയും പോയി സയൻസ് പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ സമീപത്തൊക്കെ ഉള്ള എല്ലാ സ്കൂളുകളിലും കൊടുത്താൽ അവസാന റൗണ്ടിലൊക്കെ സയൻസ് ഏറെക്കുറെ കിട്ടും. ഓക്കെ, മറ്റൊരു ചോദ്യം വന്നത്, ഐ വാണ്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് BCA കുറിച്ച്. BCA IT കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ഓപ്ഷനാണ്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, IT കമ്പ്യൂട്ടർ സയൻസ് മേഖലയോട് താല്പര്യമുള്ള ആളാണെങ്കിൽ, നല്ല കഴിവുമുണ്ടെങ്കിൽ +2 സയൻസ് എടുക്കുക. സയൻസിന് ശേഷം BTech കമ്പ്യൂട്ടർ സയൻസ് IT ആ മേഖലയിലേക്ക് വരിക. ഇനി ഒരു BTech ലെവലിലേക്ക് പോകാൻ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ +2 സയൻസ് കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ് ആ മേഖലയിലേക്ക് വരാവുന്ന. ഇനി അത്രത്തോളം ആവുന്നില്ലെങ്കിൽ BCA MCA ആവാം. ഇനി ഒരാൾ സയൻസ് എടുത്തിട്ടില്ല, IT യോട് താല്പര്യമുണ്ട്,
ഫിസിക്സും കെമിസ്ട്രിയും ഒന്നും പഠിക്കാനാവുന്നില്ലെങ്കിൽ കൊമേഴ്സ് കമ്പ്യൂട്ടർ ഒക്കെ എടുത്തിട്ട് BCA ലെവലിലേക്ക് വരും. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, അതെടുത്തിട്ടും ഒരാൾക്ക് BCA MCA ലെവലിലേക്ക് പോകാൻ പറ്റും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലാണെങ്കിൽ ഇതാണ് രീതി. MG കേരള യൂണിവേഴ്സിറ്റിക്കാണെങ്കിൽ BCA ലെവലിലേക്ക് പോകാൻ മാത്തമാറ്റിക്സ് ഒക്കെ ആവശ്യമുണ്ട്. ആ കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ ഈ IT കമ്പ്യൂട്ടർ ഫീൽഡിലേക്ക് പല പല കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് പല പല രീതിയിൽ ആൾക്കാർ വരുന്നുണ്ട്. അവരോടൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ ആവണം. ബിടെക്കുകാരുണ്ടാവും, MTechകാരുണ്ടാവും, BSc കമ്പ്യൂട്ടർ സയൻസുകാരുണ്ടാവും, MSc കമ്പ്യൂട്ടർ സയൻസുകാരുണ്ടാവും, ദെൻ BCA MCAക്കാർ കൂടെ ഉണ്ടാവും. BCAക്ക് ശേഷം ഒരു MCAയും കൂടെ ഒക്കെ ടാർഗറ്റ് ചെയ്തിട്ട് വേണം BCA എടുക്കാൻ. പിന്നെ മറ്റൊരു ചോദ്യം വന്നത് ഗൂഗിൾ ഫോമിലെ ക്വസ്റ്റ്യൻസ് ആദ്യം വായിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിനുശേഷം നമുക്ക് നേരിട്ട് ചോദിക്കാം. ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. 10th കഴിഞ്ഞ വിദ്യാർത്ഥിയാണ്, കുറെ കരിയർ ഗൈഡൻസ് അറ്റൻഡ് ചെയ്തിരുന്നു, സയൻസ് സ്ട്രീമാണ് ഇഷ്ടം. പക്ഷെ എവിടെയൊക്കെ കരിയർ ഗൈഡൻസിന് പോയാലും കൊമേഴ്സ് സ്ട്രീമിനെയാണ് ഹൈപ്പ് ചെയ്ത് പറയുന്നത്. ഇപ്പോ കൊമേഴ്സ് ആണോ അല്ലെങ്കിൽ സയൻസ് ആണോ ഈ കരിയർ സെറ്റിൽ ആവാൻ ഏറ്റവും നല്ലത് എന്നാണ് ചോദിച്ചത്. ഇത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഈ ചോദിച്ച ആള് തുടക്കത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം. വളരെ സിമ്പിൾ ആയിട്ട് അത് പറയാനും പറ്റും. ലൈഫ് സെറ്റ് ആകുന്നത് അഥവാ സ്കോപ്പ് ഉള്ളത് എന്നൊരു കോഴ്സ് ഒന്നുമില്ല. സ്കോപ്പ് ഉള്ളതും സ്കോപ്പ് ഇല്ലാത്തതും കോഴ്സുകൾക്കും സ്ഥാപനങ്ങൾക്കും അല്ല. ഈ ചോദിച്ച കുട്ടിക്കാണ് സ്കോപ്പ് ഉള്ളതും സ്കോപ്പ് ഇല്ലാത്തതും. ഈ ഒരു കുട്ടി ഒരു മേഖല ഉഷാറാവുക എന്നുള്ളതാണ്. ആ മേഖല സയൻസ് ആവാം, കൊമേഴ്സ് ആവാം, ഹ്യൂമാനിറ്റീസ് ആവാം എന്നാണ് പൊതുവായിട്ട് അതിനെക്കുറിച്ച് പറയാൻ കഴിയുക. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പം ഒരു ബിടെക്കുകാരന്റെ ഒരു പോസ്റ്റ് ഒഴിവുണ്ട് ഒരു സ്ഥാപനത്തിൽ. വലിയ ശമ്പളവും വലിയ ആനുകൂല്യവും വലിയ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു 100 അപ്ലിക്കേഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. ഒരാൾക്കാണ് ജോലി കിട്ടുക, ബാക്കി 99 ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല. ഈ ജോലി കിട്ടിയ ആളെ നമ്മൾ കാണാൻ പ്രയാസമാണ്, കാരണം 99 ആൾക്ക് ജോലി കിട്ടാത്തതാണ്. ഈ ജോലി കിട്ടിയ ആളെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ എന്താ പറയാ, അയാൾക്ക് ജോലി കിട്ടി, ബിടെക്കിന് ഭയങ്കര സാധ്യത അല്ലെ. ദെൻ ബാക്കി 99 ആൾക്കാരെ കാണാൻ നമുക്ക് സാധ്യത കൂടുതൽ, കിട്ടാത്ത ഒരാളെ കാണാനാണ് സാധ്യത കൂടുതൽ. അയാൾ പറയുന്നത് എന്താ, ജോലി കിട്ടിയിട്ടില്ല, അപ്പൊ ബിടെക്കിന് സാധ്യത അല്ല. അപ്പൊ ബിടെക്കിനല്ല സാധ്യത ഉള്ളതും സാധ്യത ഇല്ലാത്തതും, ആ വ്യക്തിക്കാണ് സാധ്യത ഉള്ളതും സാധ്യത ഇല്ലാത്തതും. അതുകൊണ്ട് ക്വാളിഫിക്കേഷൻ കൊണ്ട് മാത്രം കാര്യമില്ല, ക്വാളിറ്റി കൂടെ ഉണ്ടാവണം. ഓക്കെ, ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും, ഡിഗ്രി, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഒക്കെ. ഓക്കെ, അതാണ് ക്വാളിഫിക്കേഷൻ. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതല്ല. ആ ക്വാളിഫിക്കേഷൻ നേടുന്ന സമയത്ത് നമ്മൾ അതിൽ എത്രത്തോളം ശോഭിച്ചു, തിളങ്ങി എന്നുള്ളതാണ്. അതാണ് ക്വാളിറ്റി. അപ്പൊ ക്വാളിഫിക്കേഷനൊപ്പം ക്വാളിറ്റിയും കൂടെ വേണം. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ പെർഫോം ചെയ്താൽ എല്ലാറ്റിനും സാധ്യത ഉണ്ട്. അല്ലാതെ കൊമേഴ്സ് എടുത്താൽ ലൈഫ് സെറ്റായി, സയൻസ് എടുത്താൽ സെറ്റ് ആവില്ല, ഹ്യൂമാനിറ്റീസ് എടുത്താൽ സെറ്റ് ആവില്ല എന്നൊന്നുമില്ല. ഓക്കെ, താങ്ക്സ്. അടുത്തൊരു ചോദ്യം വന്നത് നിഷ. കൈൻഡ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡാറ്റ സെക്യൂരിറ്റി, പ്രൊവൈഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സ്കോപ്പ്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ IT-യുമായി ബന്ധപ്പെട്ട മേഖലകളാണ്. ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി, ഡാറ്റ സയൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, AI എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മേഖലകൾ IT-യുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലൈസേഷനുകൾ ലഭ്യമാണ്. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT-യിൽ ഒരു ഡിഗ്രി ചെയ്യാണ് നല്ലത്. ഇപ്പൊ സയൻസ് കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ കപ്പാസിറ്റി ഉണ്ട്, ഹാർഡ് വർക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഓക്കെ, ഒരു ബിടെക് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് IT-യിലേക്ക് ശ്രമിക്കുക. ദെൻ ലോങ് ടേം പ്ലാൻ ഉണ്ടെങ്കിൽ MTech സമയത്ത് എന്ത് ചെയ്യുക, ഈ രീതിയിലേക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സോ റോബോട്ടിക്സോ മെഷീൻ ലേണിംഗോ ഡാറ്റാ സയൻസോ സൈബർ സെക്യൂരിറ്റിയിലൊക്കെ മാറുക. ഇനി അത്രത്തോളം കഴിയുന്നില്ലെങ്കിൽ ബിടെക് കമ്പ്യൂട്ടർ സയൻസിന് ശേഷം ഈ പറഞ്ഞ മേഖലയിലൊക്കെ ഒരുപാട് സർട്ടിഫിക്കറ്റ്, ഡിഗ്രി കോഴ്സുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ആ രീതിയിൽ ശ്രമിക്കാവുന്നതാണ്. ഇനി മൂന്നാമതൊരു ഓപ്ഷൻ, ബിടെക് കമ്പ്യൂട്ടർ സയൻസിന്റെ കൂടെ സബായിട്ട് ഈ പറയുന്ന സ്പെഷ്യലൈസേഷനൊക്കെ ഉള്ള സ്ഥാപനങ്ങളുണ്ട്. നാലാമതൊന്ന്, ബിടെക് തലത്തിൽ തന്നെ ഈ പറയുന്ന സ്പെഷ്യലൈസേഷനുള്ള കുറഞ്ഞ സ്ഥാപനങ്ങളുമുണ്ട്. പൊതുവായിട്ട് പറയുകയാണെങ്കിൽ IIT-കളിലും NIT-കളിലും കേരളത്തിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലും പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെ ഇത്തരം സ്പെഷ്യലൈസേഷനുകൾ ലഭ്യമാണ്.
ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ പരസ്യത്തിൽ ഒരുപാട് കോഴ്സുകളുടെ കൂടെ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ML, മെഷീൻ ലേണിംഗ്, IoT, ഇൻറ്റർനെറ്റ് ഓഫ് തിങ്സ്, റോബോട്ടിക്സ്, മെഷീൻ ലേണിംഗ് എന്നൊക്കെ ചേർക്കാറുണ്ട്. പലപ്പോഴും അതൊക്കെ പേരിൽ മാത്രമാണ് ഉണ്ടാവാറ്. ശ്രദ്ധിക്കണം, സ്ഥാപനം ഏതാണ്, എത്രത്തോളം അവർ സിലബസിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്, ടീച്ചിങ് ഫാക്കൽറ്റി എത്രത്തോളം ക്വാളിഫൈഡ് ആണ്, എത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ പഠിപ്പിക്കാൻ സ്ഥാപനത്തിലുണ്ട്, അവരുടെ പ്ലേസ്മെന്റ്സ് എല്ലാം എത്രത്തോളം കാര്യക്ഷമമാണ് എന്നൊക്കെ നോക്കിയിട്ട് പോകണം. യെസ്, അടുത്തത്. അടുത്ത ചോദ്യം, മൈനോറിറ്റി അപേക്ഷ, +1 മൈനോറിറ്റി അപേക്ഷ എപ്പോഴാണ് എന്നാണ് ചോദിച്ചത്. അത് 29-ാം തീയതി മുതലാണെന്നാ തോന്നുന്നത്. കുറച്ച് നേരത്തെ സ്ഥാപനങ്ങളൊക്കെ കൊടുത്തു തുടങ്ങും. ഗവൺമെന്റ് ഡേറ്റ് പ്രകാരം 29th ആണെന്നാണ് തോന്നുന്നത്. ചെറിയൊരു സംശയം എനിക്കുണ്ട്. എനിവേ കുറച്ച് നേരത്തെ ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു തുടങ്ങും. സ്കൂളുകളിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോം വാങ്ങുക, ആവശ്യമുള്ള ഡോക്യുമെന്റ് സഹിതം അവിടെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്സ്. അടുത്തൊരു ഫാദി, സ്കോർഡ് ലെസ് മാർക്ക് ഇൻ മാത്സ് ആൻഡ് സയൻസ് ബട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സയൻസ് സ്ട്രീം, സയൻസ് കിട്ടാൻ സാധ്യത ഉണ്ടോ ചോദിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സയൻസ് തന്നെ കിട്ടണം എന്നൊരു ആഗ്രഹിക്കുന്ന ആള് A+കൾ വളരെ കുറവാണെങ്കിലും സയൻസ് വിഷയത്തിൽ മാർക്ക് കുറവാണെങ്കിലും ഒക്കെ സയൻസ് അതിയായി ആഗ്രഹിക്കുന്നുമുണ്ടെങ്കിൽ അയാൾ മാക്സിമം സ്കൂളുകള് സയൻസിന് കൊടുക്കുക. ഓക്കെ, എവിടെയെങ്കിലുമൊക്കെ അവസാന റൗണ്ടിലൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ദെൻ 3 അലോട്ട്മെന്റും കഴിഞ്ഞാൽ പിന്നെ സപ്ലിമെന്ററി ആപ്ലിക്കേഷൻ വിളിക്കും, കിട്ടാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ അതുവഴിയും ശ്രമിക്കാം. പക്ഷേ സയൻസ് വിഷയങ്ങളിൽ മാർക്ക് ഇല്ലാത്ത ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ സയൻസ് വിഷയങ്ങളിൽ കഴിവ് കുറച്ച് കുറവ് എന്നാണ്. എന്നാൽ താല്പര്യമുണ്ട്. പക്ഷെ അങ്ങനത്തെ കുട്ടി ഈ സയൻസ് കഴിഞ്ഞിട്ട് എന്ത് എന്ന് ആലോചിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ +2 ശേഷം എൻട്രൻസ് എക്സാംസ് ഒക്കെ കിട്ടണം. മെഡിക്കലൊക്കെ പ്രത്യേകിച്ച് പ്രൈവറ്റിൽ ഗവൺമെന്റ് സീറ്റ് കിട്ടിയാലും പോലും വലിയ ഫീസൊക്കെ ഉണ്ട്. ദെൻ അതേസമയം പാരാമെഡിക്കൽ കോഴ്സുകളൊക്കെ ആണെങ്കിൽ മാർക്ക് കുറച്ച് കുറഞ്ഞ ആളും സയൻസ് എടുത്താൽ പ്രയാസമൊന്നും ഉണ്ടാവില്ല. മാർക്ക് വാങ്ങുകയാണെങ്കിൽ ശ്രദ്ധിക്കണേ, മാർക്ക് വാങ്ങുകയാണെങ്കിൽ അത്തരം ലക്ഷ്യത്തോടു കൂടെ ഒക്കെയാണ് സയൻസ് എടുക്കുന്നതെങ്കിൽ നോ പ്രോബ്ലം. അതുകൊണ്ട് മാക്സിമം സ്കൂളിൽ അപ്ലൈ ചെയ്യുക, കിട്ടുമെന്ന് വിചാരിച്ച് കുറഞ്ഞ സ്കൂളുകളിൽ മാത്രം അപ്ലൈ ചെയ്തിരിക്കരുത്. മാക്സിമം സ്കൂളുകളിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവസാന റൗണ്ടിലൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു നിലക്കും എവിടെയും സയൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇയാൾക്ക് കൊമേഴ്സിന് എന്തെങ്കിലും പഠിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൊമേഴ്സും കൂടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെയാണ് VHSC. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഹയർ സെക്കൻഡറിയിൽ സയൻസ് കിട്ടുന്ന അത്ര പ്രയാസം VHSCയിൽ ഉണ്ടാവില്ല. സയൻസ് കഴിഞ്ഞ് +2 നിന്നും എങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ അങ്ങോട്ടൊക്കെ VHSC സയൻസ് കഴിഞ്ഞ ആൾക്കും പോകാൻ പറ്റും. അതുകൊണ്ട് ഇയാൾക്ക് എന്ത് ചെയ്യാം, VHSC സയൻസും ശ്രമിക്കാം. ഓക്കെ, VHSC കമ്പ്യൂട്ടർ സയൻസിന് ശേഷം JEE എഴുതാൻ പറ്റുമോ? ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടില്ലെങ്കിലും ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഉണ്ടെങ്കിൽ +2 സയൻസ് കഴിഞ്ഞ് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ അങ്ങോട്ടൊക്കെ VHSC സയൻസ് കഴിഞ്ഞ ആൾക്കും പോവാം. ഓക്കെ, മറ്റൊന്ന് ആമിന ആണ് ചോദിച്ചത്. പ്ലീസ് ഗിവ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ഇന്റഗ്രേറ്റഡ് LLB. അത് വലിയൊരു ചോദ്യമാണ്. അപ്പോൾ അത് ഇവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ആമിന എന്ന ആൾ ഇതിലുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പറയാം. ഹായ് സർ, ഞാനാണ് ആമിന. ഞാൻ സയൻസ് ആണ് എടുത്തേക്കുന്നത്. പക്ഷെ എനിക്ക് കൂടുതലും സയൻസിനേലും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെയാണ് ഉള്ളത്. എനിക്ക് അങ്ങനെ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആങ്കറിങ് സ്കിൽസ് അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പൊ എന്നെ പോലത്തെ ഒരു സ്റ്റുഡന്റിന് ഇന്റഗ്രേറ്റഡ് LLB ആയിരിക്കുമോ നല്ലത് എന്നറിയാൻ വേണ്ടി. ഇന്റഗ്രേറ്റഡ് LLB ആണോ നല്ലതെന്ന് ചോദിച്ചാൽ ഇയാളുടെ കരിയർ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് പറയേണ്ടത്. ഇയാൾക്ക് ഇപ്പം പറഞ്ഞ പേഴ്സണാലിറ്റി ട്രേറ്റ് LLBയിലേക്കൊക്കെ സഹായിക്കുകയും ചെയ്യും. കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ജേർണലിസം തുടങ്ങിയ മേഖലകളുണ്ട്, ടീച്ചിങ് തുടങ്ങിയ മേഖലകളൊക്കെ ഉണ്ട്. അപ്പം കരിയർ ഗോള് നിയമപഠന മേഖലയാണെങ്കിൽ +2 കഴിഞ്ഞ് LLBക്ക് പോകാനുള്ള ഓപ്ഷനുണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ട് പോകാനുള്ള ഓപ്ഷനുണ്ട്. +2 കഴിഞ്ഞിട്ട് പോകാനുള്ള ഓപ്ഷൻ കൂടുതലായിട്ടുണ്ട്, അതാണ് കുറച്ചും കൂടെ നല്ലതും. +2 ശേഷം BA LLB അല്ലെങ്കിൽ BCom LLB, BSc LLB, BBA LLB രീതിയിലൊക്കെ കോഴ്സുകളുണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ എൻട്രൻസ് എക്സാം ഉണ്ട്, CLAT ആണ്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ്. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ
ഈ LLB പഠിപ്പിക്കാൻ വേണ്ടി മാത്രമുണ്ട്. ക്ലാറ്റ് വഴി അഡ്മിഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനം കേരളത്തിലുണ്ട്, NUALS, NUALS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസ്. മറ്റൊരു ഓപ്ഷൻ AILET ആണ്, AILET, ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ്. അത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിലാണെങ്കിൽ CLE എന്നൊരു എൻട്രൻസ് ഉണ്ട്, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ. കേരളത്തിലെ ഗവൺമെന്റ് ലോ കോളേജുകളിലും പ്രൈവറ്റ് ലോ കോളേജുകളിലും ഒക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി മലപ്പുറം ക്യാമ്പസിൽ +2 കഴിഞ്ഞ് നേരിട്ട് LLB ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അപ്ലിക്കേഷൻ കാറ്റ് എന്ന ടെസ്റ്റ് വഴി നമുക്ക് ശ്രമിക്കാൻ പറ്റും. കേരള ലോ അക്കാദമി എന്ന് പറഞ്ഞ സ്ഥാപനം വേറെ ഉണ്ട്. അപ്പം പല പല സ്ഥാപനങ്ങള് പല പല എൻട്രൻസ് എക്സാംസ് +2 കഴിഞ്ഞിട്ട് നിയമപഠന മേഖലയിലേക്ക് വരാനുണ്ട്. താങ്ക് യു സർ. അസ്കർ മാഷ്, നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് നിലവിൽ ഗൂഗിൾ ഫോമിലേക്ക് വന്നത്. യെസ്, ഗൂഗിൾ ഫോമിലുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും ഇല്ലല്ലോ? ഇല്ല. അപ്പൊ ഇനി ആൾക്കാർക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. നമുക്ക് ഷെഡ്യൂൾ ടൈം പ്രകാരം 10-12 മിനിറ്റ് ഇനിയും ഉണ്ട്. ഗൈനക്കോളജിസ്റ്റിന് ഈ +1 +2 അവിടെ നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി പഠിക്കാൻ പറ്റുമോ? ഏതാണ്? ഈ മെഡിക്കലിൽ ചേരേണ്ട ആൾക്കാർക്ക് നീറ്റ് +1 +2 ഒപ്പം നീറ്റ് പഠിച്ചിട്ട് എഴുതാൻ പറ്റുമോ +2 കഴിഞ്ഞ പാട്? അതായത് +2 ശേഷം മെഡിക്കൽ മേഖല ടാർഗറ്റ് ചെയ്യുന്ന ഒരാള് +1 +2 സയൻസ് പഠിക്കുന്ന സമയത്ത് നല്ലൊരു എൻട്രൻസ് കോച്ചിങ്ങും കൂടെ നടത്തുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം +1 +2 പഠിക്കുന്നു, ദെൻ ആ സമയത്ത് നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നു. +2 പരീക്ഷ കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസമൊക്കെ നമുക്കൊരു ടൈം ഉണ്ടാവും ഈ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മുടെ ക്രാഷ് കോഴ്സ് ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ നല്ലൊരു ധാരണ കിട്ടും. അഥവാ ആ വർഷം കിട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെ, എനിക്ക് 1 വർഷം ഫുൾ ടൈം ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ ഓക്കെ എന്റെ നില ഒന്നും കൂടി ഉഷാറാവുമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാതിരിക്കുമായിരിക്കും പൊതുവെ നല്ലത്. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലതാണ് +1 +2 പഠിക്കുന്ന സമയത്ത് നല്ലൊരു എൻട്രൻസ് കോച്ചിങ് ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷെ പലപ്പോഴും കുട്ടികൾ എൻട്രൻസ് കോച്ചിങ് ഒക്കെ ചേരും, കുറച്ചൊക്കെ പഠിക്കും, പിന്നെ +1 ക്ലാസ്സുകളൊക്കെ തുടങ്ങി 2-3 മാസമൊക്കെ ആവുന്ന സമയത്ത് ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഡ്രോപ്പ് ചെയ്യലാണ് ചെയ്യുക. അങ്ങനെ ഡ്രോപ്പ് ചെയ്താൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ +2 പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ പോയിട്ട് എഴുതേണ്ടി വരും, ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്തിയ ഒരാള് റിപ്പീറ്റ് ചെയ്യണമെന്നോ ചെയ്യണ്ട എന്നോ തീരുമാനിക്കുന്നത് ശരിയായ തീരുമാനമാവില്ല. കാരണം നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അതേസമയം നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അത് ശരിയായ തീരുമാനമാവുള്ളൂ. അതുകൊണ്ട് ഇനി വേറൊരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടത്, എൻട്രൻസ് കോച്ചിങ് ഉപയോഗപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എല്ലാവരും +1 +2 പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും പരിസ്ഥിതിയിൽ കാണുന്ന കോച്ചിങ് സെന്ററിൽ പോകണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, പ്രിപ്പറേഷൻ നടത്തണം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടാനുള്ള രീതിയിലുള്ള വായനയും പഠനവുമാണ് പൊതുവെ സ്കൂളുകളിൽ ഉണ്ടാവുക. ഓക്കെ, +1 +2 ഒരുപാട് മാർക്ക് വാങ്ങിയിട്ട് യാതൊരു കാര്യവുമില്ല. മെഡിക്കൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നീറ്റിലെ സ്കോർ മാത്രമാണ് പരിഗണിക്കുന്നത്. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ നീറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തിയിരിക്കണം. ഓക്കെ, ഇനി ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ പോവാതെ സെൽഫ് പ്രിപ്പറേഷൻ വഴി ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളുണ്ട്. ഇനി +1 +2 പഠിക്കുന്ന സമയത്ത് എൻട്രൻസ് കോച്ചിങ്ങിലൊക്കെ പോയി, അല്ലെങ്കിൽ +1 +2 സ്കൂളിൽ പഠിക്കാതെ ഇന്റഗ്രേറ്റഡ് കോച്ചിങ് സെന്ററുകളിലൊക്കെ പോയി 1, 2, 3, 4 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടാത്ത ആൾക്കാരും ഉണ്ട്. അത് നമ്മുടെ കഴിവ്, നമ്മുടെ എഫേർട്ടുമാണ്. പിന്നെ ആർക്കും ഒന്നും പറയാനില്ല. കോഴ്സുകൾ, സ്ഥാപനങ്ങൾ, തൊഴിൽ സാധ്യതകൾ, മത്സര പരീക്ഷകൾ, പ്രവേശന പരീക്ഷകൾ, ഇതിലൊരു ചോദ്യം വന്നത് BHSCയിൽ 4 വീൽ സർവീസ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചാൽ തുടർ പഠന സാധ്യതയാണ്. നമ്മളിപ്പം ഓട്ടോമൊബൈൽ മേഖലയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ബിടെക് ഒക്കെ എടുക്കുന്ന സമയത്ത് ഓട്ടോമൊബൈലിലേക്ക് വരാം.
അല്ലാതെ ആ ഒരു കോഴ്സ് കഴിഞ്ഞതുകൊണ്ട് മാത്രം ജോലി എന്നൊക്കെ പറയുന്ന സമയത്ത് പരിമിതികളുണ്ട്. പിന്നെ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത് VHSC സയൻസിലൊക്കെ ഉള്ള ഈ വൊക്കേഷണൽ കോഴ്സ് പഠിച്ച ആൾക്കാർക്ക് +2 ശേഷമുള്ള ചില കോഴ്സുകളിലേക്കൊക്കെ പരിഗണന ഉണ്ട്. ഒരാള് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് കഴിഞ്ഞു സയൻസ് +2 VHSCയുടെ ഭാഗമായിട്ട്. ഓക്കെ, അപ്പം അവർക്ക് MLTക്ക്, അതുപോലെ നഴ്സിംഗ് കഴിഞ്ഞു ഒരാൾ VHSC സയൻസിന്റെ ഭാഗമായിട്ട്, അപ്പൊ BSc നഴ്സിംഗിന്. അഗ്രികൾച്ചർ ഒരാൾ കഴിഞ്ഞ് VHSC +2 സയൻസിന്റെ ഭാഗമായിട്ട്, +2 ശേഷം BSc അഗ്രികൾച്ചർ. ആ രീതിയിൽ പരിഗണന ഉണ്ട്. ഒരു ചോദ്യം കൂടിയും ഗൂഗിൾ ഫോമിലേക്ക് വന്നിട്ടുണ്ട്. ഫസൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചാൽ നന്നാകും. +1 അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫസൽ ഗൂഗിൾ ഫോമിലെ ചോദ്യം എന്താണ്? ക്ലിയർ അല്ലേ? അത് പിന്നെ മലപ്പുറം ജില്ലയിൽ SSLC കഴിഞ്ഞ ഒരു കുട്ടിക്ക്, പാലക്കാട് ജില്ലയിലുള്ള കുട്ടിയാണ്. +1 അപേക്ഷിക്കുമ്പോൾ പെർമനന്റ് അഡ്രസ്സിൽ ഏത് ജില്ലയാണ് സെലക്ട് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഏതാണോ അഡ്രസ് പ്രൂഫ് ഉള്ളത് അത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പം മലപ്പുറം ജില്ലയിലെ ഒരു കുട്ടി പാലക്കാട് ജില്ലയിൽ, അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലെ ഒരു കുട്ടി മലപ്പുറം ജില്ലയിൽ, ആ സമയത്ത് പഠിച്ച സ്കൂൾ വെയിറ്റേജ് ആ കുട്ടിക്ക് കിട്ടും. പക്ഷെ ആ കുട്ടി പഠിച്ച സ്കൂളിലാണ് +2 ഉള്ളതെങ്കിൽ. ക്ലിയർ അല്ലേ? അതുകൊണ്ട് ഈ സ്കൂളുള്ള അഡ്രസ് പരിധി വെറുതെ കൊടുക്കരുത്. സ്കൂളിന്റെ പരിധിയിൽ അഡ്രസ്സ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ആ പ്രദേശത്തിന്റെ വെയിറ്റേജും കൂടി ഇയാൾക്ക് കിട്ടും. പക്ഷെ പ്രദേശത്തിന്റെ വെയിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ പ്രദേശത്തുകാരി ആവണം. അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതുന്ന അഡ്രസ്സിൽ എന്ത് വേണം? ഡോക്യുമെന്റ് അല്ലെങ്കിൽ പ്രൂഫ് വേണം. വേറെ പറയുകയാണെങ്കിൽ നിങ്ങൾ SSLCക്ക് ഏത് അഡ്രസ്സാണ് കൊടുത്തത്, ആ അഡ്രസ്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കൂൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് അല്ലാത്ത രീതിയിൽ ചെയ്യാൻ പാടില്ല. വേറെ എന്തെങ്കിലും? അഷ്കർ സാറേ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോ നമ്മളെ പാലക്കാട് ജില്ലയിൽ കുട്ടിന്റെ അഡ്രസ് SSLC കാർഡിൽ പാലക്കാട് ജില്ലയാണ്. കുട്ടി മലപ്പുറം ജില്ലയിലാണ് പരീക്ഷ എഴുതിയത്. മലപ്പുറം ജില്ലയിലാണ് അപ്ലൈ ചെയ്യുന്നത്, മലപ്പുറം ജില്ലയിലാണ് പഠിച്ചതും. പക്ഷെ അഡ്രസ് അവിടെയാണ്. ആധാറിലും പാലക്കാട് ജില്ലയാണ്. പാലക്കാട് അഡ്രസ് തന്നെ കൊടുക്കൽ നിർബന്ധമായി, സംശയമില്ലല്ലോ. അപ്പൊ ഇന്ന് SSLC കാർഡിലുള്ള അഡ്രസ് തന്നെ കൊടുക്കണം അല്ലേ? അതെ 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 അതെ. പിന്നെ താലൂക്ക് വെയിറ്റേജും ഉണ്ടാവില്ല, അതുപോലെ തന്നെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏതാണോ അത് അതിന്റെ വെയിറ്റേജും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ അവർക്ക് എവിടെയാണോ ചേരാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥാപനത്തിന്റെ പരിധിയിൽ ഉണ്ടാക്കാൻ കഴിയണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയൂല, അറിയാലോ. നെറ്റിവിറ്റി ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല അല്ലെ? കഴിയില്ല. നെറ്റിവിറ്റി ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമ്മുടെ നെറ്റിവിറ്റി തെളിയിക്കുന്ന ഒരു കടലാസ് കൊടുത്താലേ നെറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. പിന്നെ വാടകയൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കോൺട്രാക്ട് ഒക്കെ ഉപയോഗിക്കാം. അതിനും ഒരു 6 മാസമൊക്കെ ചുരുങ്ങിയത് ഇയാള് ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് എന്നുള്ള ഒരു തെളിവൊക്കെ വേണ്ടി വരും. അപ്പം പാലക്കാട് ജില്ലേന്റെ അഡ്രസ് തന്നെ കൊടുക്കാൻ പറയാം അല്ലേ? അതെ 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 അതെ. ഓക്കെ ഓക്കെ ശരി. ഓക്കെ. ഹലോ സർ. യെസ്. എൻ്റെ മകന് കോഴിക്കോട് ജില്ലയിലാണ് പഠിച്ചത്, നമ്മൾ കണ്ണൂർ ജില്ലയിലുമാണ്. അപ്പം അവന് +1 അഡ്മിഷൻ കോഴിക്കോട് ജില്ല തന്നെ നോക്കുക, അതേ സ്കൂളിൽ തന്നെ. അപ്പോൾ നമ്മൾ എങ്ങനെയാ +1 അപേക്ഷിക്കേണ്ടത്? ഇവിടെ നിങ്ങൾ സിംഗിൾ വിൻഡോയിൽ കണ്ണൂർ ഇരുന്ന് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാം കോഴിക്കോട് ജില്ലയിൽ.
അപ്പൊ നിങ്ങൾ കോഴിക്കോട് ജില്ലയിൽ പഠിച്ച സ്കൂൾ മാത്രമാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ചേരാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ആ സ്കൂളിന്റെ പേര് മാത്രം കൊടുത്താൽ മതി. കോഴിക്കോട് ജില്ലയിൽ വേറെ ഏതെങ്കിലും നിങ്ങൾ സ്കൂൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ 2, 3, 4 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ അത് ഇവിടെ ഇരുന്ന് തന്നെ ഓൺലൈനിൽ കൊടുക്കാൻ പറ്റും അല്ലേ? അതെ. ഞാൻ പഠിച്ച സ്കൂളിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി ഫോം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോയിട്ട് കമ്മ്യൂണിറ്റി ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കൊടുക്കുകയും വേണം. ഓക്കെ. അത് 26-ാം തീയതി കമ്മ്യൂണിറ്റി ഫോം കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് കോഴിക്കോട് പോയി ആ ഫോം വാങ്ങി എന്നിട്ട് അപ്ലൈ ചെയ്യാം. യെസ്. ഇനി നിങ്ങൾ അലോട്ട്മെന്റ് കിട്ടുന്ന സമയത്ത് കണ്ണൂർ ജില്ലയിലും നിങ്ങൾക്ക് കിട്ടി, കോഴിക്കോട് ജില്ലയിലും നിങ്ങൾ കിട്ടിയെങ്കിൽ രണ്ടും നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ പ്രകാരം ഏതെങ്കിലും ഒന്ന് ചേരുന്നു, അതോടുകൂടെ മറ്റത് ഇല്ലാതാവുന്നു. അപ്പൊ നിങ്ങൾ എവിടെ ചേരുന്നു എന്ന് ഉറപ്പുവരുത്തണം ചേരുന്നതിന് മുന്നേ. ഇനി ഒരു സ്കൂൾ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് കിട്ടി, വേറൊരു സ്കൂൾ നിങ്ങൾക്ക് താൽക്കാലികമായിട്ടാണ് കിട്ടിയെങ്കിൽ നിങ്ങൾ പെർമനന്റ് ആയിട്ടാണോ ഏത് ചേർന്നാലും മറ്റത് ഇല്ലാതാവുന്നുണ്ട്. ഇനി നിങ്ങൾ ഒരു ജില്ലയിൽ കിട്ടി, ഒരു ജില്ലയിൽ കിട്ടിയതുമില്ലെങ്കിൽ കിട്ടിയതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചേരുക. ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ പെർമനന്റ് ആയിട്ട്, ഫസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട്. അങ്ങനെയാണെങ്കിൽ കിട്ടാത്ത ജില്ലയിൽ പിന്നെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. താങ്ക് യു സർ. വേറെ ചോദ്യം വന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉൾപ്പെടുന്ന എല്ലാ VHSC കോഴ്സുകളും സയൻസ് കോഴ്സുകളല്ലേ? അതിലെന്താ സംശയം? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സയൻസ് ആണ്. VHSCയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സയൻസ് +2 9 ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ VHSCയിൽ ബയോളജി ഉള്ളത് ഇല്ലാത്തത് എന്നുള്ള കോമ്പിനേഷൻ ആണ് പൊതുവായിട്ട് ഉള്ളത്. ബയോളജി ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ടാർഗറ്റ് ചെയ്യുന്നവർക്ക് ഓക്കെ, മെഡിക്കൽ പാരാമെഡിക്കൽ ഒക്കെ ടാർഗറ്റ് ചെയ്യുന്നവർക്ക് ബയോളജി ഉള്ളതുമാണ് നല്ലത്. ബയോളജി ഇല്ലാത്ത പാരാമെഡിക്കൽ കോഴ്സുകൾ ഉണ്ട്, ബയോളജി പഠിച്ചിട്ടില്ലെങ്കിലും ചെയ്യാൻ പറ്റിയ പാരാമെഡിക്കൽ കോഴ്സുകൾ ഉണ്ട്, DPharm, BPharm, BSLP തുടങ്ങിയ കോഴ്സുകൾ. പിന്നെ ഈ VHSCയെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാന്ന് വെച്ചാൽ വൊക്കേഷൻ, തൊഴിൽ അധിഷ്ഠിതമായ ഒരു വിഷയം പഠിക്കുന്നു. അത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലായിട്ട് ഏകദേശം 40ഓളം സബ്ജക്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ അത് എല്ലാ സ്ഥാപനത്തിലും എല്ലാം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. വേറെ എന്താണ്? സിംഗിൾ വിൻഡോ പ്രകാരം ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ചോദിക്കുമെന്ന് പറഞ്ഞാൽ അതൊക്കെ സാധാ കേസിൽ ഉണ്ടാവുന്നില്ല. ഇപ്പം ഒരാള് SSLC കഴിഞ്ഞു, അല്ലെങ്കിൽ VHSC ടെക്നിക്കൽ കഴിഞ്ഞു, അല്ലെങ്കിൽ CBSE ICSE ഒക്കെ കഴിഞ്ഞു, ആ കേസിലൊന്നും പൊതുവെ എന്തില്ല, ഈക്വലൻസി ചോദിക്കുന്നില്ല. അല്ലാതെ ഇപ്പം കേരളത്തിന്റെ പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെ +2 അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് 10ാം ക്ലാസ് കഴിഞ്ഞു, അത്തരം ആൾക്കാർക്കൊക്കെയാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ഈക്വലൻസി, അത്തരം സംഗതികൾ ആവശ്യം വരും. സാധാ കേസിൽ CBSE ടെക്നിക്കല്, ഹയർ സെക്കൻഡറി കഴിഞ്ഞവർക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല. ഈക്വലൻസി എന്ന് പറഞ്ഞാൽ തുല്യത എന്നാണ്. ഇപ്പൊ 10ാം ക്ലാസ് ആണ് വേണ്ടത്, അപ്പം SSLC എന്നാണ് നമ്മൾ പൊതുവെ പറയാ. SSLC അല്ലാത്ത ഒരുപാട് 10ാം ക്ലാസ്സുകളുണ്ട്, അതിന് തുല്യമാണ് അല്ലെങ്കിൽ SSLCക്ക് തുല്യമാണ് ഇത് എന്നുള്ള പ്രസ്താവനയാണ് ഈക്വലൻസ് സർട്ടിഫിക്കറ്റ് ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് പേരൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, വളരെ റിലവൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അപ്പം എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഒറ്റ കാര്യം കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, തുടക്കത്തിൽ ഇല്ലാത്ത ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. കരിയർ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കോഴ്സുകൾ, സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ താല്പര്യവും കഴിവും നോക്കിയിട്ട് കോഴ്സുകളും സ്ഥാപനങ്ങളും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. താല്പര്യം നോക്കി പോവുക, കഴിവ് നോക്കാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചില ആൾക്കാരൊക്കെ കഴിവ് നോക്കിയിട്ട് അങ്ങ് പോവാറുണ്ട്, താല്പര്യം നോക്കാതെ, അതും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് താല്പര്യവും കഴിവും എവിടെയാണോ മാച്ച് ചെയ്യുന്നത് അവിടെ വെച്ച് നമ്മൾ നമ്മുടെ കരിയർ ഗോൾ അഥവാ പ്ലാൻ സെറ്റ് ചെയ്യുക, then എഫേർട്ട് എടുക്കുക, മുന്നോട്ട് പോവുക. അതാണ് അതിന്റെ രീതി. ഓക്കെ,
ദെൻ പലപ്പോഴും ഫ്രണ്ട് സർക്കിളുകളിലൊക്കെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളുടെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് യൂട്യൂബിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടൊക്കെ കുട്ടികൾക്ക് വലിയ കൺഫ്യൂഷനുകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഇത്തരം സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം ഒരു തീരുമാനത്തിലേക്ക് വരരുത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തീരുമാനം എടുക്കണം. ഇൻഫോംഡ് ഡിസിഷൻ എന്ന് പറയും, അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം. ഒരിക്കൽ കൂടെ പറയാണ്, ഇൻഫോംഡ് ഡിസിഷൻ, അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം. പത്രമാധ്യമങ്ങളുടെ പരസ്യം കണ്ടിട്ടോ ഫ്രണ്ട്സ് പോകുന്നത് കണ്ടിട്ടോ യൂട്യൂബിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടോ ട്രെൻഡിന്റെ വഴിയൊന്നും ആവാൻ പാടില്ല. എന്നാൽ ഇതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. നിങ്ങൾ പത്രം കാണണം, പരസ്യം കാണണം, യൂട്യൂബിൽ ആള് പറയുന്നത് കേൾക്കണം, ട്രെൻഡ് അറിയണം, ഫ്രണ്ട്സ് പറയുന്നത് കേൾക്കണം, പോകുന്നത് കാണും, ഒക്കെ വേണം. പക്ഷെ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. ഞാൻ പോലും നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കണ്ട എന്നൊന്നും പറയില്ല. ചില ആൾക്കാർ പറയും അതിന് ഭയങ്കര സ്കോപ്പാണ്, അങ്ങോട്ട് പോയിക്കോളൂ, ഇതിന് തീരെ സ്കോപ്പില്ല, ഇങ്ങോട്ട് പോകണ്ടെന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്താൻ നിങ്ങൾ ഒരുപാട് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഉപയോഗപ്പെടുത്തണം. ഇപ്പൊ ഞാൻ പറഞ്ഞത് പോലും അവസാന വാക്കാക്കി എടുക്കരുത് എന്നാണ് നിങ്ങളെ കൊണ്ട് ഞാൻ പറയാം. തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ആ അർത്ഥത്തിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും സിജി പ്ലാറ്റ്ഫോംസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും, ഉപയോഗപ്പെടുത്തണം. ഓക്കെ, നമ്മുടെ സമയം ഇനി 2 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ല ഒരു അക്കാദമിക് ലൈഫ്, തുടർന്ന് ഒരു കരിയർ ലൈഫും ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഓവർ ടു യാസിൻ. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കുറെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്കുള്ള സംശയങ്ങൾ സിജിയുമായിട്ട് ബന്ധപ്പെട്ട് സിജിയുടെ കോഴിക്കോട്, മലപ്പുറം ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സൗജന്യ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് നൽകുന്നുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. booking.cigi.org എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ അവിടെ നിന്ന് ദൂരീകരിക്കാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പങ്കുവെക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഏതായാലും ഈ ഒരു പ്രോഗ്രാമിൽ എത്തിയ എല്ലാവർക്കും, അതുപോലെ തന്നെ ഈ ഒരു സെഷന് നേതൃത്വം നൽകിയ കരിയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അസ്കർ സാറിനും എല്ലാവിധ നന്ദിയും കരിയർ ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു. താങ്ക് യു.